Thank you, Lord Jesus. Praise you, God. Hi, dear friends. Thank you for joining. And another glorious day. കർത്താവിൻ്റെ മഹാകൃപയാൽ നമ്മുടെ റീഡിഫൈൻ അല്ലെങ്കിൽ എന്തുവാ റിഫൈൻമെൻറ്റിൻ്റെ രണ്ടാം ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രഞ്ജിത്ത്, ഐ എം ആസ്കിങ് യു ടു ജോയിൻ അവർ റിഫൈൻമെൻറ്റ് ഡേയ്സിലേക്ക് രഞ്ജിത്ത് വരണം. ഷാജി ബെന്നി, ഹായ്. ഓക്കെ, രഞ്ജിത്തിനെ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസം കൂടെ കടന്നുപോയി. കർത്താവ് എനിക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദൈവരാജ്യം സംബന്ധിച്ചതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് കർത്താവിൽ ആശിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ എന്ന വിഷയത്തെ ആധാരമാക്കി എത്ര ലൈവിൽ നമുക്കിതിങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ റിഫൈൻമെൻറ്റ് ഡേയ്സിൽ നമ്മളെ റിന്യൂ ചെയ്യുന്ന, നമ്മളെ എക്യുപ്പ് ചെയ്യുന്ന, നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ട്രൂത്തുകൾ കൈമാറാനാണ് ഞാൻ യേശുവിൽ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ ഈ 40 ദിവസങ്ങളിലും അപ്പോസ്തലന്മാരെ യേശു 40 നാളുകൾ പഠിപ്പിച്ചതുപോലെ നമുക്കും ഈ ഒരു 40 ഡേയ്സിൽ I want to teach you about the keys of the kingdom of God. There are so many keys. നമുക്കറിയാം, ഈ യേശു തൻ്റെ അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് ഫിലിപ്പിൻ കൈസരിയിലെത്തുമ്പോൾ, ഫിലിപ്പിൻ കൈസരിയ എന്ന് പറഞ്ഞാൽ വളരെ ഒരു യഹൂദൻ പോലും, ഒരു ഓർത്തഡോക്സ് ജ്യൂ പോലും കടന്നു പോകാത്തൊരു സ്ഥലമാണ്. ധാരാളം പ്രത്യേകതകൾ ആ സ്ഥലത്തിനുണ്ട്. ഏറ്റവും വലിയ വിഗ്രഹാരാധന നിറഞ്ഞ സ്ഥലമാണ്. ഈ മൃഗങ്ങളെ മനുഷ്യക്കുരുതി നടത്തുന്ന സ്ഥലമാണ്. ബാലിൻ്റെ ക്ഷേത്രങ്ങളുള്ള സ്ഥലം, പാൻ എന്ന് പറയുന്ന ദേവൻ്റെ ക്ഷേത്രമുള്ള സ്ഥലം. ഒരുപാട് സാംസ്കാരികമായ മതപരമായ യാഥാർത്ഥ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ഫിലിപ്പിൻ കൈസരിയ എന്ന് പറയുന്ന സ്ഥലം. ഒരർത്ഥത്തിൽ ഒരു യഹൂദനും അവിടേക്ക് പോകാറില്ല. വളരെ യഹൂദന് നിക്ഷിപ്തമായൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് യേശു പോയി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച്, മനുഷ്യപുത്രനെക്കുറിച്ച് എന്തു പറയുന്നു? പത്രോസ് വെളിപ്പാടിൽ ഇങ്ങനെ സംസാരിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അതിനുശേഷം യേശുനാഥൻ പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പെട്രോസ് ആകുന്നു, ഈ പെട്രയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയ ആ പാറയുടെ മേൽ, അതാണ് വെളിപ്പാട്, അതാണ് പാറ, അതാണ് യുഗങ്ങളുടെ പാറ. ദാറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ദ നേഷൻസ്. ആ പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണോ യേശു കർത്താവ് തൻ്റെ സഭയുടെ കാര്യം പറഞ്ഞത്, ആദ്യമായിട്ട് പരസ്യമായിട്ട് പറയുകയാണ്, ഐ എം ഗോയിങ് ടു ബിൽഡ് മൈ എക്ലീഷ്യ, ഞാൻ എൻ്റെ സഭയെ പണിയും. അടുത്ത തൊട്ട് താഴെ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് പറയുകയാണ്, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ ദ ഗേറ്റ്സ് ഓഫ് ഹെൽ, പാതാളത്തിൻ്റെ അല്ലെങ്കിൽ ഹേഡീസിൻ്റെ വാതിലുകൾ. വേറൊരുത്തത്തിൽ പറഞ്ഞാൽ ഒരു കല്ലറയും ഒരു മരണവും എൻ്റെ സഭയെ ജയിക്കത്തില്ലെന്ന്. അതായത് ആ വാക്കിനകത്ത് ചർച്ച് 2 അർത്ഥമുണ്ട്. പാതാള ഗോപുരം ജയിക്കുകയില്ല എന്ന വാക്കിനകത്ത് 2 അർത്ഥം. ഒന്ന്, ജീവൻ നഷ്ടപ്പെട്ട ഒരു എക്ലീഷ്യയിലെ മെമ്പറിന് റിസറക്ഷൻ ഉണ്ട് എന്നതാണ്. അതായത് പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അതായത് പാതാള ഗോപുരം എന്ന് പറഞ്ഞാൽ നരകം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരിടത്ത് ഹെയ്ഡീസ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രേവ് എന്നാണ്. ഒരു കല്ലറയ്ക്കും അതിനെ ജയിക്കാൻ പറ്റില്ല. അവിടെ കർത്താവ് 2 കാര്യം സൂചിപ്പിക്കുന്നു. ഒന്ന്, ഒരു എക്ലീഷ്യയിലെ ഒരു മെമ്പർ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കല്ലറയിലേക്ക് പോയാൽ, ഹി വിൽ വാക്ക് ഔട്ട് ഓഫ് ദ ഗ്രേവ്, അവൻ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരും നിശ്ചയമായും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി, മരണത്തെ തൊടാൻ കഴിയാത്ത കപ്പാസിറ്റി, അല്ലെങ്കിൽ മരണത്തിന് കീഴടക്കാൻ കഴിയാത്ത, കല്ലറകൾക്ക് ഒതുക്കാൻ കഴിയാത്ത, കല്ലറകൾക്ക് ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഇമ്മോർട്ടാലിറ്റി എൻ്റെ ചർച്ചിനുണ്ട് എന്ന ഒരു പദം കൂടെ, ആശയം കൂടെ അവിടെ സൂചിപ്പിക്കുകയാണ്. അതായത് ചർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തൊട്ടടുത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു. ചർച്ച് എന്ന പദം, ഞാൻ പറഞ്ഞ സഭ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ആചാരവുമല്ല, അനുഷ്ഠാനവുമല്ല, പാട്ടുമല്ല, പ്രാർത്ഥനയുമല്ല,
ഒരു ബലികർമ്മവുമല്ല, ഒരു വേഷം കെട്ടുമല്ല, ഒന്നുമല്ല. ഇതൊന്നും സഭയല്ല. അതൊന്നും സഭയായിട്ട് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതൊന്നും ഇല്ലാതിട്ടും ഭൂമിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഭൂമി അച്ചുതണ്ടിൽ തന്നെ കറങ്ങുന്നുണ്ട്. പകൽ സൂര്യനുണ്ട്, രാത്രി ചന്ദ്രനുണ്ട്, മഴയുണ്ട്, വെളിച്ചമുണ്ട്, വെട്ടമുണ്ട്, ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ പള്ളികളെല്ലാം അടച്ചിട്ടിട്ടും കർത്താവ് വളരെ സമാധാനമായിട്ടിരിക്കുന്നു. കർത്താവിന് കോപം വന്നിട്ടില്ല. ആരാധിച്ചില്ലേ വിടുതലില്ല എന്ന് പറയുന്നു. ആരാധിക്കാതെയും വിടുതൽ കിട്ടുന്നുണ്ട്. അപ്പം മതങ്ങൾ കൊണ്ടൊന്നും ഒരു അർത്ഥമില്ലെന്ന് നമ്മളെ കോവിഡ് പഠിപ്പിച്ചു. മിസ്റ്റർ കോവിഡ്, നിനക്ക് നന്ദി. അപ്പോൾ അതുകൊണ്ട് ഈ സഭ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വർഗീയ ഗവൺമെൻറ്റാണ്. ഞാനിത് വീണ്ടും പറയുന്നത്, ഇത് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെതാണ്. സ്വർഗീയ ഗവൺമെൻറ്റിൻ്റെ നിയമസഭയാണ് കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്. പള്ളികൾ ആടാനും പാടാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും കർമ്മം നടത്താനും വരുന്ന സ്ഥലമല്ല സഭ. അത് വെറും മതത്തിൻ്റെ വെറും ആചാരങ്ങൾ മാത്രമാണ്. ക്രിസ്തീയ സഭ മതമായിട്ട് അധംപതിച്ചതുകൊണ്ട് ഉപയോഗശൂന്യമായി പോകുന്ന ലോകത്ത് ഒരു ജനറേഷൻ ചിന്തിക്കാൻ കൂടെ തയ്യാറായി മുമ്പോട്ട് വരേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാനിത് സംസാരിക്കുന്നത്. അതായത് സഭ എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ ഭൂമിയിലെ രാജ്യത്തെ സ്ഥാപിക്കാനുള്ള സ്വർഗത്തിൻ്റെ ഭൂമിയിലെ ലോക്കൽ ഗവൺമെൻറ്റാണ് സഭ. ഗവൺമെൻറ് എങ്ങനെ ഫങ്ഷൻ ആകണോ അതുപോലെയാണ് സഭ ഫങ്ഷൻ ആകേണ്ടത്. ഇന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് നിയമസഭ കൂടുമ്പോൾ എന്താണോ അവിടെ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ സഭയിലും ചെയ്യേണ്ടത്. പിണറായി വിജയനും കൂട്ടരും നിയമസഭയ്ക്കകത്ത് വന്ന് പാട്ടുപാടാനും ആരാധിക്കാനും അല്ല വരുന്നത്, അല്ലെങ്കിൽ കൈകൊട്ടാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനല്ല വരുന്നത്, അല്ലെങ്കിൽ കുറേ ചടങ്ങുകൾ പൂർത്തിയാക്കാനല്ല വരുന്നത്. നാടിന് അഭിവൃദ്ധി ഉണ്ടാക്കേണ്ട, നാടിന് വിടുതൽ ഉണ്ടാക്കേണ്ട, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും നിയമം പാസ്സാക്കാനുമാണ് അവരെ കൂടുന്നത്. സോ അതുപോലെ സഭ ഓരോ ഞായറാഴ്ചയും കൂടുന്നത് പാടാനും പ്രാർത്ഥിക്കാനും ആടാനും ആശയം കൈമാറാനും കരച്ചിൽ തുടയ്ക്കാനും മാത്രമല്ല. അതൊക്കെ സിറ്റിസൺസിൻ്റെ ഭൂമിയിലെ ചില കാര്യങ്ങളായിട്ട് നമുക്ക് കരുതാം. എന്നാൽ ചർച്ച് യഥാർത്ഥത്തിൽ ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും കൂടുമ്പോഴൊക്കെ അവർക്ക് എടുക്കേണ്ട തീരുമാനം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അധികാരത്തെ കൈമാറാനും ആ നാട് എങ്ങനെ അതിനെ വ്യാപിപ്പിക്കാം, എന്താണത് ചെയ്യേണ്ടത്, എന്താണ് ദൈവരാജ്യം സംബന്ധിച്ച് ജനമറിയേണ്ടത്, ദൈവരാജ്യത്തിൻ്റെ അടുത്ത പ്രോഗ്രഷൻ എന്താണ്, ദൈവരാജ്യം ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, ഇവിധ കാര്യങ്ങളായിരിക്കണം നമ്മുടെ സഭായോഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ചെയ്യുന്ന എല്ലാ കർമ്മവും ദൈവത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. പാടണം, ആരാധിക്കണം, ബൈബിൾ കേൾക്കണം, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇതൊന്നും കർത്താവിൻ്റെ എക്ലീശയുടെ ഫങ്ഷൻ അല്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് പാട്ടുണ്ട്, ഒരുത്തന് സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, ഇതൊക്കെ ശരിയാണ്, കൂട്ടായ്മയ്ക്കകത്തൊക്കെ ഉണ്ടാകാം. പക്ഷേ സഭയുടെ അസംബ്ലി കൂടുമ്പോൾ അല്ലെങ്കിൽ ചർച്ച് എപ്പോൾ ഒരു ഗ്യാതറിങ്ങിൽ വരുമോ അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ യൂണിറ്റായിട്ടാണ് അവിടെ നിൽക്കേണ്ടത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിയിലായിരിക്കണം നിൽക്കേണ്ടത്. അല്ലാതെ അമ്മാമ്മയുടെ മുട്ടുവേദനയും അച്ചാച്ചൻ്റെ തലവേദനയും മാറ്റാൻ ഓടി വരുന്ന ക്ലിനിക്കുകളല്ല സഭ. ദൈവം രോഗികളെ സൗഖ്യമാക്കും 100%. പക്ഷേ സഭ സാർവലൗകികമായ ലോകത്ത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ട സ്വർഗത്തിൻ്റെ ലോക്കൽ ഗവൺമെൻറ്റാണ്. അപ്പം ദൈവസഭ എന്ന കാര്യം പറഞ്ഞ ഉടനെ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവരാജ്യം എന്ന കാര്യം യേശു അല്ലെങ്കിൽ ദൈവസഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഉടനെ പത്രോസിനോട് പറയുന്നു, ബറിയോന ഷിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതങ്ങോട്ട് പറഞ്ഞ ഉടനെ മിശിഹായുടെ നാവിൽ വന്ന അടുത്ത വാക്ക്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗ രാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ എക്ലീഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തോ ആ നിമിഷം തന്നെ എന്തിനാണ് എക്ലീഷ്യ, എന്തിനാണ് സഭ, സഭയുടെ ഫങ്ഷൻ എന്താണെന്ന് തെളിയിക്കേണ്ടതിന് അതിന് വേണ്ട ദൈവത്തിൻ്റെ ടാർഗറ്റും കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. എക്ലീഷ്യ വെളിപ്പെട്ട അടുത്ത് കാണുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അർത്ഥം ദൈവരാജ്യവും എക്ലീഷ്യയും തമ്മിലാണ് ബന്ധം. ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ ലോക്കൽ ഗവൺമെൻറ്റാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വാക്കിയത് നിങ്ങളുടെ സഭായോഗങ്ങൾ എനിക്ക് വെറുപ്പാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ യാഗങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. കർത്താവ് തന്നെ പഴയ നിയമത്തിൽ പലയിടത്തും ഇസ്രായേലിൻ്റെ സഭായോഗങ്ങളെ വെറുക്കുന്നതായിട്ട് പ്രവാചകന്മാരിലൂടെ കാണുന്നുണ്ട്.
ഒരർത്ഥത്തിൽ കഴിഞ്ഞ 3 മാസങ്ങളിൽ ദൈവം വെറുപ്പുകളൊക്കെ ഇല്ലാതെ ശാന്തമാകുന്നു. കാരണം ഒരുപാട് സഭായോഗങ്ങൾ ഇല്ലാതെയായി. കാരണം സഭായോഗങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഈ അർത്ഥത്തിലാണ് കൂടേണ്ടത്. ചർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ടടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചിൻ്റെ ആദ്യത്തെ മെമ്പറിനെ, ആദ്യത്തെ സെലക്റ്റഡിനെ, ആദ്യത്തെ ദൈവം ചൂസ് ചെയ്തവനെ കണ്ട മാത്രയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ താക്കോൽ അവൻ്റെ പക്കൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. രാജ്യത്തിൻ്റെ താക്കോൽ. ഈ വിഷയത്തെക്കുറിച്ചൊരു പഠനം ഈ ദിവസങ്ങളിൽ ഞാൻ ആരംഭിച്ചു. എൻ്റെ യാത്രയിൽ ഞാനിത് വളരെ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നു. മൈന്യൂട്ടായിട്ട് ദൈവരാജ്യം എങ്ങനെയാണ് തുറക്കേണ്ടത്. അപ്പോൾ താക്കോൽ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്, താക്കോല് എന്തിൻ്റെ അടയാളമാണ്? ഓതൻറ്റിസിറ്റിയുടെ അടയാളമാണ്, അധികാരത്തിൻ്റെ അടയാളമാണ്, ശക്തിയുടെ അടയാളമാണ്, അവകാശത്തിൻ്റെ അടയാളമാണ്, ലോഡ്ഷിപ്പിൻ്റെ അടയാളമാണ്. ഒരാളുടെ കയ്യിൽ താക്കോലുണ്ടെങ്കിൽ അയാൾ അത് തുറക്കാനുള്ള അധികാരിയാണെന്നർത്ഥം, അവകാശിയാണെന്നർത്ഥം, ഉടമസ്ഥനാണെന്നർത്ഥം, പവറാണ്, ഇൻഫ്ലുവൻസ് ആണ് എന്ന് വേണ്ട. താക്കോൽ എന്ന് പറയുന്നത് 1000 അർത്ഥങ്ങൾ നിറഞ്ഞ ഒരു വാക്കാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നമുക്ക് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നമുക്ക് ലഭിച്ചെങ്കിലേ, നമ്മുടെ കയ്യിൽ നമുക്കത് മനസ്സിലായെങ്കിലേ നമുക്കിതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തിനകത്ത് ഓണർഷിപ്പില്ല എന്നത്. കാരണം ഓണർഷിപ്പില്ല. ദൈവരാജ്യത്തിനകത്തുള്ളത് കോമൺവെൽത്താണ്. അതായത് സകലതും പൊതുവക എണ്ണി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമായിരുന്നു. പിന്നെ അത് പോയി, ഇന്നങ്ങനെ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവർ പൊതുവകയായിട്ട്, കാരണം ഓണർഷിപ്പില്ല. കാരണം ആർക്കും ഒന്നും സ്വന്തമാക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിനകത്ത് രാജാവായിരിക്കും എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. സോ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ രാജാവിന് മാത്രമാണ് ഓണർഷിപ്പ് ഉള്ളത്. വ്യക്തികൾക്ക് ഓണർഷിപ്പില്ല. നമ്മൾ ജീവിക്കുന്ന ഡെമോക്രാറ്റിക് വേൾഡിൽ നമ്മൾ പലതിൻ്റെയും ഉടമകളാണ്. നമ്മൾ പലതിനെയും പൊസസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ സെൽഫ് പ്രിസർവേഷന് വേണ്ടി ജീവിതത്തിൻ്റെ ഏത് താഴ്ന്ന ലെവലിലേക്ക് മനുഷ്യൻ ഇറങ്ങാൻ കാരണം, മനുഷ്യൻ പ്രൈവറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടി, പ്രൈവറ്റ് പ്രിസർവൻസിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഡെമോക്രാറ്റിക് വേൾഡിലാണ്, അല്ലെങ്കിൽ ഡെമോക്രസിയുടെ കീഴിലാണ്. അപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും അറിയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ട കാര്യം, വാട്ട് ആർ ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ എന്താ? അപ്പോൾ ഒരു താക്കോൽ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. തുറന്നാലേ നമുക്ക് അതിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് നോ ഓണർഷിപ്പ്. നമുക്കിതിനകത്ത് ഓണർഷിപ്പില്ല, പക്ഷേ നമുക്കിതിനകത്ത് ആക്സസ് ഉണ്ട്. ദൈവരാജ്യം ദൈവം നമുക്ക് സ്വന്തമായിട്ട് തരുമ്പോൾ നമുക്കത് നമ്മുടെ ഓണർഷിപ്പിലല്ല ലഭിക്കുന്നത്. നമുക്കതിനെ പെർമിറ്റഡ് ടു ആക്സസ്, നമുക്കതിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പ്രവേശനം ലഭിക്കുകയാണ്. വി ക്യാൻ എൻ്റർ ഇൻ ടു ദ റിച്ച്നെസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിൻ്റെ സകല സമ്പത്തിലേക്കും നന്മകളിലേക്കും ദൈവരാജ്യം നമുക്ക് ആക്സസ് തന്നിരിക്കുകയാണ്. നമ്മൾ ആക്സസ്സിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾക്ക് ആ താക്കോൽ കൈവശം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഇന്ന് ഈ നമ്മുടെ റിഫൈൻമെൻറ്റ് ഡേയ്സിൻ്റെ 2ാമത്തെ ദിവസം മുതൽ നമ്മൾ കീസ് പഠിക്കാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ കീസ്. അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഓരോ കീയുമായിട്ടാണ് നിങ്ങളുടെ അടുക്ക വരാൻ പോകുന്നത്. നിശ്ചയമായിട്ടും ഈ പഠനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കൊരു വീടുണ്ട്, വലിയ സമ്പത്തുള്ള വീടാണ്, ധാരാളം നിക്ഷേപങ്ങളും സകല നിധികളും അടക്കം ചെയ്തിരിക്കുന്ന ഒരു ഭവനമാണെന്നിരിക്കട്ടെ. അതിനകത്തോട്ട് എനിക്ക് കയറണമെങ്കിൽ എനിക്ക് ആവശ്യം വലിയ പവറല്ല, എനിക്ക് വേണ്ടത് വലിയ ശക്തിയല്ല. എനിക്കാവശ്യം അല്പം എൻ്റെ വിരലിൻ്റെ അത്രയും നീളമുള്ള ഒരു താക്കോലാണ്. ഒരു ചെറിയ താക്കോൽ കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തെ തുറക്കാൻ പറ്റും. അപ്പം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് വലിയ സാമ്രാജ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ളത്. നിങ്ങൾ എന്നേലും ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ്? ദരിദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭിക്ഷക്കാരൻ എന്നാണ് ഒറിജിനലി. ദരിദ്രൻ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് പുവർ എന്ന അർത്ഥത്തിലല്ല, ഭിക്ഷക്കാരൻ, അതായത് യാചകൻ. ഒന്നുമില്ലാതെ ജീവിതത്തിൽ അതിനെ യഥാർത്ഥ പഠനം ചിത്രം പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അരാമിക്ക് വേർഡ് പഠിച്ചാൽ, വസ്ത്രങ്ങളെല്ലാം വോൺ ഔട്ടായി, ധരിക്കാൻ വസ്ത്രമോ കഴിക്കാൻ ആഹാരമോ കിടക്കാൻ ഇടമോ ഇല്ലാത്തവൻ, അതാണ് എൻ്റെ അർത്ഥം. അപ്പം തൻ്റെ നഗ്നത ലോകത്തെ കാട്ടുന്ന, അല്ലെങ്കിൽ തനിക്കൊരു ഉടുക്കാനൊരു വസ്ത്രമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, താമസിക്കാൻ ഇടമില്ലാതെ ജീവിതത്തിൽ ഞെരുങ്ങിപ്പോകുന്ന ഒരാൾ, ആ ആളിനെ നോക്കി പറയുന്നു ദൈവരാജ്യം അവൻ്റെ വകയാണ് എന്ന് പറഞ്ഞാൽ സകല നിക്ഷേപങ്ങളും സകല സമ്പത്തും സകല അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭയങ്കര രാജ്യത്തെ കൊണ്ടു നിർത്തിയിട്ട് പറയാണ്,
ആത്മാവിൽ ദരിദ്രന് ഇതിനകത്തേക്ക് പ്രവേശനമുണ്ട്, ഇതിനകത്തേക്ക് അവൻ ആക്സസ് ഉണ്ട്. ആ രാജ്യം അവൻ്റെ വകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഭിക്ഷക്കാരനെ ഒരിക്കലും ആരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ വിശപ്പ് അവനെ ആഹാരമുള്ളിടത്ത് എത്തിച്ചോളും. ഭിക്ഷക്കാരൻ്റെ വിശപ്പ് അവൻ ആഹാരമുള്ളിടത്ത് എത്തിക്കും. ഭിക്ഷക്കാരൻ വിശക്കുമ്പോൾ അവൻ തൻ്റെ അടുക്കൽ വരാൻ കാത്തിരിക്കത്തില്ല. അവൻ ആഹാരം ഉള്ളിടത്തെത്തും, സഹായം ഉള്ളിടത്തെത്തും, സഹായം നൽകുന്നിടത്തെത്തും. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാനാണ്, അവന് ഒരു രാജ്യം മൊത്തം വെച്ചിരിക്കുകയാണ്. അവനത് കണ്ടെത്തും. അവനെ ആരും തള്ളിവിടേണ്ട ആവശ്യമില്ല. അവൻ അത് കണ്ടെത്തിക്കോളും. അവൻ അതിൽ പ്രവേശിച്ചോളും. പ്രവേശിക്കാൻ കാരണം അവൻ്റെ വിശപ്പാണ്, അവൻ്റെ നഗ്നതയാണ്, അവൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മയ്ക്ക് മറ്റേത് ശക്തിയെക്കാളും വലിയ ശക്തിയുണ്ട്. ആ ഇല്ലായ്മ, അവൻ്റെ വിശപ്പിന് ഇരുമ്പോടാമ്പലുകളെ തകർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവൻ്റെ ആവശ്യങ്ങൾക്ക് ഏത് ഇരുമ്പ് പൂട്ടിനെയും പൊളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ളത്. സോ ഇങ്ങനെ ഒരുപാട് കീസ് ദൈവം തൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു പ്രധാന വിഷയം, ദൈവരാജ്യത്തിലെ പ്രധാനപ്പെട്ട കീസ് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, താക്കോൽ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റത്തുള്ളൂ. താക്കോൽ ഉണ്ടെങ്കിൽ നമുക്ക് നിക്ഷേപങ്ങൾ എടുക്കാം, നമുക്ക് സമ്പത്തെടുക്കാം, നമുക്ക് നന്മകളെടുക്കാം. സോ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു പ്രധാന കീ കേട്ടോ. ദൈവരാജ്യത്തിൻ്റെ മെൻറ്റാലിറ്റി, ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ ഒരു മിറക്കിൾ കൾച്ചറാണ്. ദൈവരാജ്യത്തിൻ്റെ കൾച്ചർ ഒരു സൂപ്പർ നാച്ചുറൽ കൾച്ചറാണ്. ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ ഒരിക്കലും പണം ഒരു 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 സംസാര വിഷയമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ദ റിച്ച് പീപ്പിൾ വിൽ നെവർ ടോക്ക് അബൌട്ട് മണി. ഓൺലി ദ പുവർ വിൽ ഓൾവേസ് ടോക്ക് അബൌട്ട് മണി. ഇപ്പം നമ്മുടെയൊക്കെ ലൈവിൽ തന്നെ ഒത്തിരി ആളുകൾ ഇപ്പോൾ പണത്തെ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങോട്ട് ഇടണം, അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ പഠിച്ചാൽ ഒരിക്കലും ധനവാന്മാർ പണത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. ധനവാന്മാർ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ, ദേ വിൽ നെവർ ടോക്ക് അബൌട്ട് മണി. ദേ വിൽ ടോക്ക് അബൌട്ട് ദ ബിസിനസ് സീക്രട്ട്. ഇതെല്ലാവരും കേൾക്കണം. ദേ വിൽ ഓൾവേസ് ടോക്ക് അബൌട്ട് ദ ബിസിനസ് സീക്രട്ട്. ദേ വിൽ ഷെയർ വിത്ത് ദ ഐഡിയാസ്. അവർ ഐഡിയാസ് കൈമാറും, അവർ സീക്രട്ട് കൈമാറും, അവർ പ്രൊജക്റ്റുകൾ കൈമാറും. ദ റിച്ച് പീപ്പിൾ, അതായത് കിങ്ഡം ഓഫ് ഗോഡിനകത്ത് നീ ഒരു സ്പിരിച്വലി റിച്ച് ആണെങ്കിൽ നിനക്ക് ലോകത്തോട് പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് ദ മാറ്റർ ഓഫ് മണി, ഇറ്റ്സ് ദ മാറ്റർ ഓഫ് ഐഡിയ. റിച്ച് പീപ്പിൾ വിൽ ഷെയർ ഐഡിയാസ്. ദേ വിൽ ടോക്ക് അബൌട്ട് ഐഡിയാസ്. അവർ ജ്ഞാനത്തെ കൈമാറും, അവർ പ്രോഗ്രാമുകൾ കൈമാറും, അവർ വരുവാനുള്ള അവരുടെ ലക്ഷ്യങ്ങൾ കൈമാറും, അവരുടെ പ്രൊജക്റ്റുകൾ കൈമാറും, അവരുടെ മുൻപിലുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ കൈമാറും. ഇതാണ് റിച്ച് പീപ്പിൾ. പക്ഷേ ഒരു ദരിദ്രൻ ഓൾവേസ് ടോക്ക് അബൌട്ട് മണി. കാരണം ഇതാണ് അതിൻ്റെ പ്രധാന വിഷയം. ദാറ്റ്സ് വൈ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും പ്രോസ്പെരിറ്റി പ്രസംഗിച്ചിട്ടില്ല. ഇത് കേട്ടിട്ട് ആളുകൾ പറയാറുണ്ട്, കണ്ടോ യേശു പ്രോസ്പെരിറ്റി പ്രസംഗിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രോസ്പെരിറ്റി പ്രസംഗിക്കരുത്. സത്യമാണ്, യേശു പ്രോസ്പെരിറ്റി പ്രസംഗിക്കാത്തതിൻ്റെ കാരണം യേശു കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് പ്രോസ്പെരിറ്റി ഇന്നെവിറ്റബിളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കേണ്ട. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് രോഗശാന്തി പ്രസംഗിക്കേണ്ട. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് വിടുതൽ പ്രസംഗിക്കേണ്ട. നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു പ്രസംഗവും 99% പ്രസംഗവും ആവശ്യമില്ല. ഒന്നുകൂടെ പറയാം, ഇന്ന് നമ്മൾ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ കേൾക്കുന്ന 99% പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല. എന്തിന്? ഇതിനു പകരം ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിച്ചാൽ ഈ പ്രസംഗങ്ങൾക്ക് അർത്ഥമില്ല. കാരണം ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവരാജ്യത്തിനകത്തെ കോംപ്ലിമെൻസ് ആണ്. കൊച്ചിൻ്റെ വിടുതൽ, അച്ചാച്ചൻ്റെ വിസ, ജോലി, കടഭാരം, ജപ്തി മാറണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഈ സംഭവങ്ങളെല്ലാം കിങ്ഡം ഓഫ് ഗോഡിൻ്റെ വെറും കോംപ്ലിമെൻസ് ആണ്. അതായത് ദൈവരാജ്യത്തിൽ ചെന്നാൽ കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ആത്മീക ലോകം ഇന്ന് സമയം ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്.
അവരുടെ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, മെസ്സേജുകൾ, സഭായോഗങ്ങൾ, നമ്മുടെ കാത്തിരിപ്പ് യോഗങ്ങൾ എല്ലാം തന്നെ ഇവിടുത്തെ കോംപ്ലിമെൻറ്റിന് വേണ്ടിയുള്ള പരക്കമ്പാച്ചിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിനക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കിട്ടുന്ന, ജസ്റ്റ് ആഡ് വൺ ബ്ലെസ്സിങ്സ് ആണ് ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ, ഈവൻ ക്രിസ്തീയ സമൂഹവും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് ജീവിക്കുന്നവർക്ക് പണം പ്രശ്നമല്ല. ദൈവം കരുതുന്നവനായി രാജ്യത്തിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്, രാജ്യത്തിനകത്ത് ഐഡിയാസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവരാജ്യം ഐഡിയാസ് ഉള്ളതാണ്. ഒരു ബിസിനസ്സുകാരന് ഐഡിയ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താ? ഐഡിയാസ് ഇല്ല. ഐഡിയയാണ് ഓരോരുത്തരും ഐഡിയ. ഇപ്പം അലിബാബ എന്ന് പറയുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് ആരംഭിച്ചത് ഐഡിയയിലാണ്. ഒരു ഐഡിയ. ആമസോൺ ഒരു ഐഡിയ ആണ്. ആപ്പിൾ ഒരു ഐഡിയ ആണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റ് ഒരു ഐഡിയ ആണ്. ഐഡിയയ്ക്കാണ് എന്തിനേക്കാൾ വാല്യൂ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, ഐഡിയയ്ക്കാണ് ഈ ലോകത്തിൽ എന്തിനേക്കാൾ വാല്യൂ. ഒരു ഐഡിയയുടെ വില ഒരു പക്ഷേ ലോകത്തിലെ നമ്പർ 1 റിച്ച് മാൻ്റെ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനേക്കാൾ വലുതാകാം. ഫേസ്ബുക്ക് ഒരാളുടെ ഐഡിയയാണ്. ആമസോൺ ഒരാളുടെ ഐഡിയയാണ്. വാട്സപ്പ് ഒരാളുടെ ഐഡിയയാണ്. ഇത് മനസ്സിലാക്കണം. േക്കാൾ വിലയുള്ളത്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ഒരിക്കലും റേഷൻ വിതരണമില്ല. There is no ration in the kingdom of God. Only there is ideas and wisdom and the knowledge of God is in the kingdom of God. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവിൻ്റെ രാജ്യം പറയാൻ തുടങ്ങിയാൽ നമ്മൾ ജനത്തിന് വിടുതൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ ജനത്തെ വിടുവിക്കുന്ന ഐഡിയാസാണ് കൊടുക്കുന്നത്. ഐഡിയ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ആൻഡ് സെക്കുലർ വിസ്ഡം, ആത്മീയവും ഭൗതികവുമായ ജ്ഞാനത്തിൻ്റെ തികവാണ് കൈമാറേണ്ടത്. അപ്പോൾ നമ്മുടെ സഭകൾ, നമ്മുടെ സഭായോഗങ്ങളെല്ലാം റിച്ച് ആളുകൾക്കല്ല, അല്ലെങ്കിൽ കുറച്ച് സാധുക്കളുടെ കണ്ണുനീരൊപ്പുന്ന ഇടമല്ല. നമ്മുടെ സഭകൾ ഐഡിയകളുടെ കൈമാറ്റം, ആശയങ്ങളുടെ കൈമാറ്റം, പ്രോഗ്രഷൻ്റെ കൈമാറ്റം, പ്രൊമോഷൻ്റെ കൈമാറ്റം നടക്കേണ്ട ഇടങ്ങളായി മാറണം. അതിനൊറ്റ വഴി ദൈവത്തിൻ്റെ രാജ്യം പ്രസന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, പണത്തെക്കാൾ 1000 കോടി രൂപയേക്കാൾ വാല്യൂ ഉണ്ട് ഒരു ഐഡിയയ്ക്ക്. ഐഡിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു, ഒരു ആശയത്തിന്. ആശയമാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനം, മൂലധനം, ആശയം. സോ നമ്മളിവിടെ ഐഡിയയ്ക്കാണ് പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ താക്കോലുകളെ എടുക്കാൻ പോകും. ഓരോ താക്കോൽ ഞാൻ മൈന്യൂട്ടായിട്ട് പഠിക്കുക. 4 ഗോസ്പലിൽ നിന്ന് യേശു കർത്താവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ച താക്കോൽ, ആ താക്കോലുകൾ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ബൈബിളിൽ അത് കണ്ടെത്താൻ പറ്റത്തില്ല. അല്പം നമുക്കൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് ദൈവം ഓപ്പൺ ആക്കിയാൽ മനസ്സിലാക്കാവുന്ന ധാരാളം താക്കോലുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ആ വിശുദ്ധ ബൈബിളിൽ നൽകുന്ന താക്കോലുകൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ആത്മീക, ഭൗതിക, കുടുംബപരമായ, ബിസിനസ് പരമായ, സാമ്പത്തികപരമായ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുന്ന ഐഡിയാസായി മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ലൈവ് പ്രസംഗം കുറച്ച് പേരെ ഓരോ വൈകുന്നേരം കൊണ്ടുവന്ന് 10 ലൈക്കും 5 പേര് വ്യൂ കണ്ടു എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടി മാത്രമല്ല, അതല്ല എൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാനുള്ള സന്ദേശം ഒരു ചെവികളിൽ, ഒറ്റ ചെവിയിലെങ്കിൽ എത്തിയാൽ, ഒരാൾ അത് കേട്ടാൽ കർത്താവിൻ്റെ മഹത്വം അത് 100,000 പെരുകും. കാരണം വിത്തുകൾക്ക് ഒരു പൊട്ടൻഷ്യലുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്ക്, ഞാൻ കൈമാറുന്ന ചിന്തകൾക്ക് ഈ ലോകത്തിൽ എന്തിനേക്കാൾ പവർഫുള്ളാണ്. കാരണം ഐ ബിലീവ് ഇൻ ദ ലോസ് ഓഫ് ദ സീഡ്സ്. സീഡ്സ് ആർ സോ പവർഫുൾ. സോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ദ റിച്ച് പീപ്പിൾ വിൽ നെവർ ടോക്ക് അബൌട്ട് മണി. Only the poor people will talk about money. The rich people always talk about ideas. They will always convey the ideas. They will always convey their real അവരുടെ സ്ട്രാറ്റജിയാണ് കൈമാറുന്നത്, അവരുടെ പ്രോഗ്രാമിംഗ് ആണ് അവർ കൈമാറുന്നത്. സോ കിങ്ഡം ഓഫ് ഗോഡിനകത്തും നമ്മൾ ഒരിക്കലും വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹീലിംഗ്, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് റിച്ച്നെസ്, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് പ്രോസ്പെറിറ്റി, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹീലിംഗ്. ഇതൊന്നും നമ്മൾ പറയുന്നില്ല. We are always talking about the wisdom of God and the ideas of God. So how to build up the family, how to build up the society. So ഇതാണ് നമ്മൾ ആധികാരികമായി ചിന്തിക്കേണ്ടത്. കാരണം എക്ലീഷ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യം യേശു പറഞ്ഞത്
സഭയെ ആദ്യം സഭ എന്ന പദത്തെ പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്തിനാണ് പത്രോസിൻ്റെ കൊടുത്ത് അറിയുമ്പോൾ, പീറ്റർ വാസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദാറ്റ് എക്ലീഷ്യ. അതാണ് എൻ്റെ ട്രൂത്ത്. കാരണം എക്ലീഷ്യയുടെ കയ്യിലെ താക്കോൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് സ്വർഗത്തെ തുറന്നു കൊടുക്കാനുള്ള താക്കോലാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് മന്ദബുദ്ധികളുണ്ട്. അവരെ അങ്ങ് വിട്ടേരും. സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ താക്കോലല്ല ഇത്, ദൈവരാജ്യത്തിൻ്റെ താക്കോലാണ്. പത്രോസ് സ്വർഗത്തിൻ്റെ വാതിലിൽ നിന്നിട്ട് താക്കോൽ വെച്ച് തുറന്നു കൊടുക്കുന്നുള്ള പോഷത്വമൊന്നും വിശ്വസിക്കരുത് നിങ്ങൾ. അതൊക്കെ ചുമ്മാ കഥകൾ മാത്രമാണ്, കോമിക് കഥകൾ മാത്രമാണ്. അപ്പോൾ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ താക്കോല് കർത്താവ് ആരുടെ കയ്യിൽ കൊടുക്കുകയാണ്? താക്കോലുകളെന്ന് എഴുതിയേക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. താക്കോലുകൾ എന്ന് പറഞ്ഞാൽ ഒരു താക്കോലല്ല, ഒന്നിൽ കൂടുതൽ താക്കോലുകളുണ്ട്. ഇത് ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? അപ്പോസ്തലന്മാരുടെ കയ്യിലല്ല കൊടുക്കുന്നത്. നമ്മൾ പറയാം അപ്പോസ്തലൻ്റെ കയ്യിലാണ്. ശരിയാണ്, അപ്പോസ്തലനാണ്. പക്ഷേ ഇത്രയും നാളിനിടെ കൊടുക്കാത്ത എന്താ? എപ്പോഴാണോ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ഐഡി വെളിപ്പെടുത്തിയത്. ഞാനതിനെക്കുറിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം പറയാം. അതായത് യേശു ചോദിച്ച ചോദ്യം മനുഷ്യപുത്രൻ ആരെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, മനുഷ്യപുത്രൻ ആരാണ്? ഞാൻ ആരാന്നല്ല ചോദിച്ചത്, എന്നെക്കുറിച്ച് ജനം എന്തെന്ന് പറയുന്നതല്ല ചോദിച്ചു. ഒരു പൊതുവായിട്ടുള്ള ഒരു പദം, അതായത് മനുഷ്യപുത്രൻ, അതായത് മനുഷ്യനിൽ നിന്ന് വന്ന സീഡ്, ദ സീഡ് ഓഫ് മാൻ, മനുഷ്യൻ്റെ വിത്ത് എന്താണ്? അപ്പം യേശുവിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട് അതിനകത്ത്. എന്നാൽ ആ ചോദ്യത്തിനകത്ത് മനുഷ്യരാശിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. മനുഷ്യരാശിയുടെ പൊതു സ്വഭാവത്തിനകത്ത് മനുഷ്യപുത്രൻ ആരാണ് എന്നാണ്. ആ മനുഷ്യപുത്രൻ എന്ന ആ പദത്തിനകത്ത് യേശു മാത്രമല്ല, മനുഷ്യപുത്രൻ എന്ന പദത്തിനകത്ത് നിങ്ങളുമുണ്ട്, ഞാനുമുണ്ട്. അപ്പം മനുഷ്യപുത്രൻ എന്ന പദം യേശുവിനെ മാത്രം ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ യേശു പറയേണ്ടത് ഇങ്ങനെയാണ്, എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിക്കും. എന്താണ് എന്നെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ അഭിപ്രായം? ഇതാണ് പറയേണ്ടത്. പക്ഷേ യേശു പറഞ്ഞത് അതല്ല. യേശു പറഞ്ഞത് ഹൂ ഈസ് സൺ ഓഫ് മാൻ. അപ്പം സൺ ഓഫ് മാൻ ആരാണ്? ഈ ഒരു റെവലേഷൻ യേശുനാഥൻ്റെ നാവിൽ ഒരു ചോദ്യമായിട്ട് വന്നപ്പോൾ പല ആൻസറുകൾ വന്നു. പക്ഷെ ഒരു ആൻസർ പിതാവ് നമ്മുടെ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നമുക്കിങ്ങനെ വായിക്കാം, മനുഷ്യപുത്രൻ ആരാണ്? ചോദ്യം. മറുപടി, മനുഷ്യപുത്രൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവായിട്ട് പറഞ്ഞാൽ മനുഷ്യപുത്രൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. അപ്പം മനുഷ്യപുത്രൻ ആരാ? അപ്പോൾ ഇത് സാധാരണ യേശുവിനോട് മാത്രമുള്ള ചോദ്യമായിട്ടായിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് എന്താണെന്ന് ചോദിക്കണം. പക്ഷേ യേശു ഉദ്ദേശിച്ചത് ഞാൻ മാത്രമല്ല. കാരണം അതിൻ്റെ തൊട്ട് താഴെ വാക്ക് പറഞ്ഞു, യു ആർ പെട്രോസ് ആൻഡ് അപ്പോൺ ദിസ് പെട്ര ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. സോ ക്രൈസ്റ്റ് എന്നത് പെട്രയാണ്, പീറ്റർ അവിടെ പെട്രോസാണ്. രണ്ടിൻ്റെ നേച്ചർ ഒന്നാണ്. അർത്ഥം മനുഷ്യപുത്രൻ്റെ അകത്ത് രണ്ട് കൂട്ടമുണ്ട്. ഒന്ന് യേശുക്രിസ്തു ഉണ്ട്, രണ്ട് മനുഷ്യജാതി മൊത്തമുണ്ട്. അപ്പം മനുഷ്യജാതി മൊത്തം ആരാണെന്നാണ് ഈ ചോദ്യത്തിനകത്തൊരു അർത്ഥമുണ്ട്. മനുകുലം, ആദമിൽ നിന്ന് പിറന്നു വീണവരെല്ലാവരും ആരാന്നാ അവിടെ വെച്ച് ചോദിച്ച ചോദ്യം. അതായത് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചുള്ള ചോദ്യത്തിൽ യേശു ആരെന്ന് മാത്രമല്ല, ഏദനിൽ വെച്ച് ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയ, ഫേസ് വാല്യൂ നഷ്ടപ്പെട്ടു പോയ, തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയ ആദാമ്യ കുലത്തിനോടുള്ള ചോദ്യം, ഹൂ ഈസ് സൺ ഓഫ് മാൻ? അതിൻ്റെ മറുപടി പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്താ വെളിപ്പെടുത്തി കൊടുത്തത്? മനുഷ്യപുത്രൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം ആ ചോദ്യത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടു, പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, യേശു ക്രിസ്തു ആരാണെന്ന് പീറ്റർ പറഞ്ഞപ്പോൾ പീറ്റർ ആരാണെന്ന് യേശു പറഞ്ഞു. നീ യേശു ആരാണെന്ന് പറയുന്ന ആ നിമിഷം, കർത്താവ് ആരാണെന്നുള്ള ആ യാഥാർത്ഥ്യം നീ പ്രൊക്ലെയിം ചെയ്യുന്ന നിമിഷം, നീ ആരാണെന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കും. അപ്പം വെൻ യു റിവീൽ ദ ഐഡൻറ്റിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിൽ റിവീൽ ജീസസ് ക്രൈസ്റ്റ് വിൽ റിവീൽ യുവർ ഐഡൻറ്റിറ്റി. സോ യേശു ആരാണെന്ന് നീ പറഞ്ഞാൽ നീ ആരാണെന്ന് യേശു പറയും. അതാണ് എൻ്റെ ട്രൂത്ത്. അപ്പം യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ
യേശുനാഥൻ തിരിച്ചു പറയാം, യു ആർ പെട്രോസ് എന്ന്. പെട്രോസ് എന്ന് പറയുമ്പോൾ പാറ കഷ്ണമെന്ന് ഒത്തിരി പറഞ്ഞാൽ അറാമിക്ക്, ഞാൻ ഈ പറയുന്നത് ഹീബ്രുവിലല്ല, ഗ്രീക്കിലല്ല, അറാമിക്കിൽ പഠിച്ചാൽ അതിൻ്റെ ട്രൂത്തം ഇങ്ങനെയാണ്. പെട്രോസ് എന്ന വാക്കിൻ്റെ ട്രൂ മീനിങ് എന്ന് പറയുന്നത് വെളിപ്പെട്ട് വന്ന കല്ലെന്ന്. വെളിപ്പെട്ട് വന്ന കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് മറനീക്കി വന്ന കല്ലെന്നാണ്. അതായത് കാണാൻ പറ്റുന്ന കല്ലെന്ന്. പാറകൾ, പെട്ര എന്ന് പറഞ്ഞാൽ ബെഡ്റോക്ക് എന്ന അർത്ഥം. പെട്ര എന്ന വാക്കിൻ്റെ അർത്ഥം അരാമിക്കിൽ, ഞാൻ പറഞ്ഞാൽ ഇത് ഹീബ്രുവിലോ ഗ്രീക്കിലോ വായിച്ചാൽ ഒരു പക്ഷേ അങ്ങനെ കിട്ടണമെന്നില്ല. അരാമിക് പഠനത്തിൽ പെട്ര എന്നതിൻ്റെ ബെഡ്റോക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ ആ നിറഞ്ഞു കിടക്കുന്ന കല്ലെന്നാണ്. പെട്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്രായിൽ നിന്ന് മണ്ണിൻ്റെ മുകളിലേക്ക് എക്സ്പോസ് ആയ കല്ലെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ബെഡ്റോക്കാണ്. പീറ്റർ ആ കല്ലിൽ നിന്ന് മണ്ണിനെ മാറ്റി, അല്ലെങ്കിൽ ഞാൻ മണ്ണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്. ആദമ മണ്ണിൽ നിന്ന് ആ മണ്ണ് മാറി വെളിപ്പെട്ടു വന്നപ്പം മണ്ണിനെ വകഞ്ഞു മാറ്റി വെളിയിൽ റിവീൽഡായ കല്ലിൻ്റെ ഭാഗത്തിൻ്റെ പേരാണ് പെട്രോസ്. സോ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബെഡ് റോക്ക്, പീറ്റർ ഈസ് ദ റിവീൽഡ് റോക്ക്. ദാറ്റ് ഇസ് എ മണ്ണ് മാറി പുറത്ത് വന്ന റോക്ക്. ദാറ്റ്സ് ട്രൂ ഐഡൻറ്റിറ്റിയിലേക്ക് വന്ന റോക്ക് എന്നാണ്. സോ ഇങ്ങനെ ആദ്യത്തെ റോക്ക് ബെഡ് റോക്കിൽ നിന്ന് റിവീലായപ്പോൾ ജീസസ് പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. അപ്പം എന്നെ മനുഷ്യപുത്രൻ ആരാണെന്ന വെളിപ്പാട് പ്രാപിച്ചവനാണ് എക്ലീഷ്യയിലെ മെമ്പർ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിയുടെ വീട്ടിലെ കോഴിയും പട്ടിയും ആടും പശുവും എല്ലാം ക്രിസ്ത്യാനിയല്ല. അവർ ക്രിസ്ത്യാനിയായിരിക്കും, പക്ഷെ മതത്തിലെ പശുവായിരിക്കും. പക്ഷെ ഒറിജിനലി ക്രിസ്തീയ കുടുംബത്തിൽ ഒരാൾ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്ന, അവനെക്കുറിച്ചുള്ള ട്രൂ റെവലേഷൻ വാങ്ങുന്ന നിമിഷം ആ ആൾക്ക് വെറും ഒരു സ്ഥാനക്കയറ്റം വരെ കിട്ടുന്നത്, അദ്ദേഹം എക്ലീഷ്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു മെമ്പറായി മാറുകയാണ്. അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടാണ്. അപ്പം ഞാൻ സഭയിലെ അംഗങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യു ആർ ദ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അസംബ്ലി എന്ന വാക്കാണ് ഒറിജിനലി എക്ലീഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം. അസംബ്ലി. യു ആർ ദ ലെജിസ്ലേറ്റീവ് മെമ്പർ ഓഫ് ദ എക്ലീഷ്യ. അപ്പം ഒരു മെമ്പറിനെ കിട്ടി. അപ്പം കർത്താവിന് ആദ്യത്തെ എക്ലീഷ്യയിലെ മെമ്പറിനെ കിട്ടി. ആ മെമ്പറിനെ കിട്ടിയ മാത്രമേ 12 അപ്പോസ്തലന്മാരുണ്ട് സഹോദരന്മാരെ, 12 അപ്പോസ്തലന്മാരുണ്ട്. അവര് യഹൂദ റബിയായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. യേശുക്രിസ്തുവിന് 30 വയസ്സ് പ്രായം. അവന്റെ ശിഷ്യന്മാർക്കെല്ലാം അവനേക്കാൾ പ്രായം കുറവാണ്. അത് മനസ്സിലാക്കണം. 65-70 വയസ്സ് നല്ല താടി രോമമൊക്കെ വന്ന ആളുകളെയാണ് നമ്മൾ അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്നത്. പക്ഷേ വേദോത്സവം പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച്, കൾച്ചർ അനുസരിച്ച് ഒരു റബിക്ക് ഉള്ള ഡിസൈപ്പിൾസ് എപ്പോഴും റബിയൊക്കെ പ്രായം കുറഞ്ഞവരായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു 25-30 വയസ്സുള്ള അപ്പോസ്തലന്മാർ ഇന്ത്യയിൽ എഴുന്നേക്കത്തില്ലേ? നമുക്കിച്ചിരി നരച്ച് ഇച്ചിരി പക്വതയൊക്കെ വന്നാലേ നമ്മൾ അപ്പോസ്തലൻ അംഗീകരിക്കത്തുള്ളൂ. അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കണ്ടവനും റബിയുടെ കൂടെ നടക്കുക. അപ്പം അത് വിടുക. അപ്പം ഇദ്ദേഹം യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ട്, റബിമാർ. അപ്പം റബിയായ ക്രിസ്തുവിൻ്റെ, യഹൂദ റബിയായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുണ്ട്. അവര് എക്ലീഷ്യയിലെ മെമ്പർ എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ എക്ലീഷ്യയിലെ മെമ്പർ, ആദ്യത്തെ ആളിനെ ചൂസ് ചെയ്തു, ആദ്യത്തെ ആളെ തെരഞ്ഞെടുത്തു. അത് ആ പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വലിയ കൺഫെഷനിലൂടെയാണ്. ആ കൺഫെഷൻ എന്താണ്? യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് തന്നെ ഭൂതഗ്രസ്തം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദൈവാലയത്തിനകത്തെ അശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തം വിളിച്ചു പറഞ്ഞു. കുഷ്ഠരോഗി വിളിച്ചു പറഞ്ഞു. കുരുടൻ വിളിച്ചു പറഞ്ഞു. വെള്ളം കോരാൻ വന്ന നമ്മുടെ ശമരിയാക്കാരി സ്ത്രീ വിളിച്ചു പറഞ്ഞു ദൈവപുത്രനാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. അവിടെങ്ങും കർത്താവ് എന്താ സംസാരിക്കാഞ്ഞേ? ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്നപ്പോൾ അശുദ്ധാത്മ ബാധിച്ചവൻ, ദൈവപുത്ര നിനക്കും എനിക്കും തമ്മിൽ ദൈവപുത്ര എന്ന് കൺഫസ് ചെയ്തില്ലേ? പബ്ലിക്ക് വിളിച്ചു പറഞ്ഞില്ലേ? രഹസ്യമായ കൂടുതലല്ലോ, വലിയ കൂട്ടം ആളുകളുടെ നടുവിൽ വിളിച്ചു പറഞ്ഞില്ലേ യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന്? എന്നിട്ടെന്താ അശുദ്ധാത്മാവ് പിടിച്ചവനെ
സഭയിലെ മെമ്പറാക്കാഞ്ഞ്? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. എക്ലീഷ്യയിലെ മെമ്പറായി ആദ്യം ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഭൂതം പിടിച്ചവനും കുഷ്ഠരോഗിയും പൊട്ടക്കണ്ണനും റോഡിലെ പാപികളും സകല മനുഷ്യരും യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വെളിപ്പാട് കിട്ടി. ഇത് കിട്ടാത്തൊറ്റ ഗ്രൂപ്പും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഗ്രൂപ്പിനാണ്. ഇവർക്കും കിട്ടില്ല. എന്നാൽ ഈ ഒരു പ്രഖ്യാപനത്തിൽ യേശു അത്ഭുത സ്തംഭനായി നിന്നില്ല. ഇത് പിതാവ് വെളിപ്പെടുത്തിയത് പറഞ്ഞില്ല. അശുദ്ധാത്മാവോടെ വിളിച്ചു പറഞ്ഞു, ഇവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിളിച്ചപ്പോ, ഓ അശുദ്ധാത്മാ ബാധിച്ചവനെ, ഇത് നിനക്ക് മനുഷ്യപുത്രനല്ല വെളിപ്പെടുത്തിയത്, ജഡരക്തമല്ല പിതാവ് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു ഇല്ല. അപ്പം വാസ്തവത്തിൽ അവിടെ യേശു ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞതുപോലെ അല്ല ഇവിടുത്തെ ചോദ്യത്തിൽ യേശു മാത്രമല്ല. അതാണ് എൻ്റെ സീക്രട്ട്. ശമര്യക്കാരി നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ഞാൻ സഭ പണിയെന്ന് പറഞ്ഞില്ല. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തം വിളിച്ചു പറഞ്ഞത്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്തേ? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നാ വിളിച്ചത്. കർത്താവ് പറഞ്ഞു, ഹേ ഗദരദേശത്തിലെ ഭൂതഗ്രസ്ത, ജഡരക്തങ്ങളല്ല പിതാവാണ് നിനക്ക് വിളി പറഞ്ഞു ഇല്ല. കാരണം ഫിലിപ്പിന്റെ കൈസരിയിലെ കൺഫഷൻ ചോദ്യവും ഉത്തരവും ഇതിന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതുമായിട്ട് ബന്ധമില്ലാത്തതാണ്. കാരണം ഇവിടുത്തെ ചോദ്യത്തിൽ ഹൂ ഈസ് സൺ ഓഫ് മാൻ എന്നാണ് ചോദ്യം. സൺ ഓഫ് മാൻ എന്നതിൽ ഒരാൾ മാത്രമല്ല, മാൻ, മനുഷ്യൻ എന്ന അഡ്രസ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ആ തൃത്വത്തിനകത്ത് ഒരാൾക്ക് ലോഗോസ് എന്ന് പറയുന്ന പുത്രന് കിട്ടിയത് ആദാമിനൂടെ. അപ്പം ആദാമിന്റെ ഐഡിയാണ് മാൻ. അപ്പൊ യേശു ക്രിസ്തു ഇപ്പോൾ ആദാമിന്റെ സ്യൂട്ടിലാണ് ഇവിടെ ജീവിക്കുന്നത്, ഒടുക്കത്തെ ആദാം. അപ്പൊ ക്രൈസ്റ്റ് ഭൂമിയിൽ ആദാമിന്റെ അഡ്രസ്സിലാണ്. അതുകൊണ്ടാണ് അവനെ സൺ ഓഫ് മാൻ എന്ന് വിളിക്കുന്നത്. ഭൂതഗ്രസ്തൻ നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ അല്ലിത്. ഈ ചോദ്യത്തിനകത്ത് ഓൾ ഹ്യൂമാനിറ്റി ഉണ്ട്. ഇന്നലെ പിറന്നവനും നാളെ പിറക്കാൻ പോകുന്ന സകല മനുഷ്യരുമുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന് മുമ്പ് പിറന്നവന്റെ പാപവും ദൈവം തന്റെ ദീർഘക്ഷമ നിമിത്തം ദീർഘക്ഷമയാൽ അത് ക്ഷമിച്ചു. ആദാം മുതലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ക്രൂശിൽ വരുത്തി കഴിഞ്ഞു. അപ്പൊ യേശുക്രിസ്തു സകല മനുഷ്യരെയും ഉൾപ്പെടുത്തി ചോദിക്കുന്നു, സൺ ഓഫ് മാൻ ആരാണ്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് പിതാവ് വെളിപ്പെടുത്തി പറഞ്ഞു, സൺ ഓഫ് മാൻ ഈസ് ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. അതിൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, അന്ന് ഏദനിൽ മണ്ണുകൊണ്ടുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയ ആദം മുതൽ ഭൂമിയിൽ പിറന്നു വീഴാൻ പോകുന്ന സകല മനുഷ്യജാതിയും അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. ഈ റവലേഷൻ ഒരാളെ കർത്താവിന് കിട്ടിയപ്പോൾ പറഞ്ഞു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ സഭ പണിയും. ആദ്യത്തെ കല്ല് ദ സ്റ്റോൺ വിത്ത് ഗ്രേറ്റ് കൺഫഷൻ. വലിയ വലിയ ഏറ്റുപറച്ചിലുള്ള ഒരു വിലയെ ദാണ്ട് ഈ ബെഡ് റോക്കിൽ നിന്ന് റിവീലായി വന്നു. ഇത് വെറും കല്ലല്ല കേട്ടോ. ഞാനിത് എങ്ങനെ മനസ്സിലാക്കി തരണേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചിരൂടെ ഞാൻ ബാക്കിപ്പോ ദാനിയലിന്റെ പ്രവചനത്തിൽ വേദപുസ്തകം നമുക്കറിയാം, 4ാമത്തെ കിങ്ഡം, അത് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 4ാം കിങ്ഡം, 1ാമത്തെ കിങ്ഡം ബാബിലോൺ, 2ാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് മെദിയ പേർഷ്യ, 3ാമത്തെ കിങ്ഡം ഗ്രീസ്, 4ാമത്തെ കിങ്ഡം ഹസ്മോനിയൻ, റോമല്ല, ഹസ്മോനിയൻ രാജവംശം. ആ ഹസ്മോനിയൻ രാജവംശം യഹൂദ ബന്ധപ്പെട്ട കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മുന്നോടിയായിട്ട് യഹൂദയെ യാക്കോബ് കൊടുത്തിരുന്നു. ആ യാക്കോബ് കൊടുത്ത ദൂത് ഇങ്ങനെയാണ്: അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് സ്കെപ്ചർ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂഡ. അതായത് രാജകീയ അധികാരം, ഇത് വിവരമുള്ള ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കണം. റോമിൽ നിന്ന് ആയുധം വാങ്ങാനല്ല നമ്മുടെ കർത്താവ് വന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് നീങ്ങിപ്പോകത്തില്ല. അപ്പൊ യഹൂദയുടെ കയ്യില് രാജദണ്ഡ് വാങ്ങാനാണ് യേശു വരുന്നത്. യേശു വരുന്ന കാലത്ത് യെരൂശലേമിന്റെ ഭരണം യഹൂദ ഗോത്രത്തിന്റെ കയ്യിലായിരിക്കണം, അല്ലാതെ കൈസറായിരിക്കരുത്. അപ്പൊ റോമല്ല 4ാമത്തെ കിങ്ഡം. ആ 4ാമത്തെ കിങ്ഡം ഭരിക്കുന്ന ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള, അത് ഞാനത് ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞത് വെളിപ്പാട് പുസ്തകം സംബന്ധിച്ചുള്ള.
ഈ സമയത്താണ് കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വരുന്നത്. ഇവിടെയും കല്ലാണ്. ഫിലിപ്പിന്റെ കൈസരിയിൽ പെട്രോസും പെട്രായും നിൽക്കുക. അവിടെയും എക്ലീഷ്യയും കിങ്ഡവും കല്ലുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കല്ലുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ ഹസ്മോനിയൻ രാജവംശത്തെ അല്ലെങ്കിൽ ജൂയിഷിന്റെ സാമ്രാജ്യത്തെ തച്ചുടച്ച്, സെലസ് മൂവ്മെന്റിനെ തച്ചുടച്ച്, ഹസ്മോനിയൻ ഹെറോദിയ വംശത്തെ തച്ചുടച്ച് അവരുടെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങാൻ, ഹെരോദിയയുടെ കുടുംബത്തിൽ ജൂഡ ഗോത്രവുമായിട്ട് ബന്ധമുണ്ട്, ലിങ്കാണ്. അതുകൊണ്ടാണ് ഇരുമ്പും കളിമണ്ണും. ആ ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന സമയത്താണ് കൈതൊടാത്ത കല്ല് വരുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ ചിന്തിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ യേശു വരുമ്പോൾ രാജത്വം അവന്റെ തോളിൽ വെച്ചുകൊണ്ട് അധികാരിയായിട്ട് അവൻ വരുമ്പോൾ ആ കല്ലാണ് വരുന്നത്. ആ കല്ലിനെ കുറിച്ചുള്ള റെവലേഷനാണ് ഫിലിപ്പിന്റെ കൈസരിയയിൽ വെളിപ്പെട്ടത്. അത് ആ കല്ല് ദൈവത്തിന്റെ രാജ്യമാണ്. ആ കല്ല് ദൈവത്തിന്റെ രാജ്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞത് ആദ്യത്തെ കല്ല് റിവീലായെന്ന് പറഞ്ഞാൽ ഈ കാണാൻ പറ്റാതിരിക്കുന്ന യുഗങ്ങളുടെ പാറയിൽ നിന്ന് ഒരു കല്ല് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഴപ്പ് മാത്രം മണ്ണിനെ ഭേദിച്ച്, ആദാമ്യ ഐഡന്റിറ്റിയെ ഭേദിച്ച്, വീണുപോയ ഐഡിയെ ഭേദിച്ച്, അതാ മണ്ണ്. ആ ഐഡിയെ തള്ളി ദൂരെ കളഞ്ഞ് അതിനെ വകഞ്ഞു മാറ്റി പെട്രോസ്, ശിമോൻ എന്ന് പറയുന്ന ഒരുത്തൻ ദാണ്ടെ പൊങ്ങി വരികയാണ്. ഇത് ഒരാൾ മാത്രമല്ല. യേശുവിൻ്റെ സഭ വളരുമ്പോൾ, യേശുവിൻ്റെ സഭ മുഖാന്തരം ഈ പാറ കൈതൊടാത്ത, അല്ലെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഈ കൊച്ചു പാറ ഭൂമിയെ മൊത്തം നിറയ്ക്കുന്ന വലിയ പാറയായിട്ട് വളരാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ണിനെ വകഞ്ഞു മാറ്റി സൺസ് ഓഫ് ഗോഡ് റിവീലാകാൻ പോവുക. ഇത് മനസ്സിലാവുന്നോ ദൈവമേ? സൺസ് ഓഫ് ഗോഡ് റിവീലാകുന്നത്. കാരണം കല്ല് ദൈവരാജ്യത്തെ കാണിക്കുന്നെങ്കിൽ ഇവിടുത്തെ കല്ല് എന്താ? കിങ്ഡം ഓഫ് ഗോഡാണ്. ആ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ആദ്യത്തെ കല്ലാരാണ്? ആദ്യം റിവീലായ കല്ല്. ഞാനതിനെ വെറും കല്ലെന്നല്ല, റിവീൽഡ് റോക്ക്, വെളിപ്പെട്ട കല്ല്. വെളിപ്പെടാത്ത കല്ല് ക്രിസ്തുവും വെളിപ്പെട്ട കല്ല് പത്രോസുമാണ്. പത്രോസ് എന്ന വെളിപ്പെട്ട കല്ലങ്ങോട്ട് വരുമ്പോൾ പിതാവ് പറയാണ്, ഞാൻ എൻ്റെ ചർച്ച് പണിയാൻ പോകും. കാരണം ചർച്ചിന്റെ പണി ആരംഭിച്ചു ഒറ്റ വാക്കിൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വാക്ക്. അവിടെ കൊണ്ടാണ് ചർച്ച ആരംഭിക്കുകയാണ്. പിന്നെ ആ മറഞ്ഞു കിടന്ന പാറ ഇങ്ങനെ വളരാൻ തുടങ്ങി. അന്ന് ദാനിയേൽ കാണുന്ന പോലെ ഇന്ന് സർവ്വഭൂമിയെയും കാണാൻ പറ്റുന്ന നിലയിൽ പർവ്വതമായി വളർന്നുകൊണ്ടിരിക്കുക. ഇനിയും അത് വളരും, അത് വളർന്നു കൊണ്ടേയിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമില്ല. അവൻ്റെ രാജ്യത്വം നിത്യാധിപത്യമുള്ളതാണ്. മാറാത്ത രാജ്യമായിട്ട് അത് വളരുകയാണ്. അപ്പം ഇങ്ങനെ കേൾക്കണം. അപ്പം പാറയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ആരാണ്? പീറ്ററാണ് ആദ്യം റിവീലായത്. ശ്രദ്ധിക്കണേ, പീറ്റർ ക്രൈസ്റ്റ് ആരാന്ന് വെളിപ്പെടുത്തി. ക്രൈസ്റ്റ് പീറ്റർ ആരാണെന്ന് വെളിപ്പെടുത്തി. അപ്പം നിങ്ങൾ യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾ ആദ്യം അറിയാൻ പോകുന്നത് നിങ്ങൾ ആരാണെന്നാ. നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ചിന്തിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരിക. നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുകയാണ്. അതിനുശേഷം തീർന്നിട്ടില്ല. അടുത്ത വാക്ക്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ, ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കൂട്ടം, താക്കോലുകൾ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ഓ, ദ ഫസ്റ്റ് സിറ്റിസൺ, ദ ഫസ്റ്റ് legislative member of the assembly of God, the first legislative member of the assembly of God, Peter. ആയുടെ കയ്യിലോട്ടാണ് ദൈവം ആദ്യം താക്കോൽ കൊടുത്തത്. താക്കോൽ കൂട്ടം കൊടുക്കുക. It means the kingdom has to be unlocked with the keys. So that's why we need to know more about the keys of the kingdom of God. 40 ദിവസത്തെ യാത്രയാണ്. ഓരോ കീസ് നമുക്ക് അൺലോക്ക് ചെയ്യാം. വെരി പ്രാക്ടിക്കലായി. സർവശക്തിയുള്ള തമ്പുരാൻ നിങ്ങൾക്ക് ഇതൊരു വെളിച്ചമായി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
100% ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് വെറുതെ സത്യത്തിൽ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്തുവാ പുറത്തു പോയി പ്രസംഗിക്കുമ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്, മെസ്സേജ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. സത്യത്തിൽ അതിനേക്കാളും സീരിയസ് ആയിട്ടാണ് ചില സമയങ്ങളിൽ ഈ ലൈവ് പറയാനായിട്ട് ഞാൻ വരുന്നത്. ഇത്രയും ആളുകളുടെ കാതിൽ ഇത് എത്തിക്കുക. അപ്പോൾ ഇതിനകത്ത് വളരെ സന്തോഷം എനിക്കുള്ളത്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് മാത്രം എൻ്റെ ആഗ്രഹം. മാക്സിമം നിങ്ങളുടെ കയ്യിലെത്തണം. മാക്സിമം ശുശ്രൂഷകന്മാരുടെ കയ്യിൽ മാക്സിമം സ്റ്റഫ് എത്തണം. പ്രസംഗിക്കുന്നവരുടെ കയ്യിൽ മാക്സിമം പോയിന്റ്സ് എത്തണം. എനിക്കറിയാം, ഒരു പ്രാസംഗിക സമയത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പോയിന്റ് കിട്ടിയാൽ അദ്ദേഹത്തിന് അതൊരു സർമണാക്കാൻ പറ്റും. ഒരു ഐഡിയ കിട്ടിയാൽ മതി, അദ്ദേഹത്തിന് അത് വലിയൊരു ലൈബ്രറി ആക്കാൻ പറ്റും. ഐഡിയാസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി, ആ താക്കോൽ വെച്ചൊന്ന് തുറന്നു കൊടുത്താൽ മതി, അതിനെ കയറി പ്ലണ്ടർ ചെയ്യാൻ, അതിനെ കയറി കൊള്ളയടിക്കാൻ ഇവർക്ക് പറ്റും. സോ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ഓപ്പൺ അപ്പ് ദ റിയാലിറ്റി. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോവാം. ഞാൻ ഇന്ന് നാളെയും മറ്റന്നാൾ 3 ദിവസം നമ്മൾ ആദ്യത്തെ പ്രൈമറി ആയിട്ടുള്ള ചില കീസിനെ കുറിച്ച് പഠിക്കുക. അത് ആക്ച്വലി ഒരു രാജാവിനെ ആദ്യം നമ്മൾ അറിയണം. ദ കിങ്ഡം. അപ്പം ഞാൻ ആദ്യം കൂടെ പറഞ്ഞ ബൈബിൾ നമ്മുടെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം. ബൈബിൾ ഇസ് നോട്ട് എ റിലീജിയസ് ബുക്ക്. ബൈബിൾ ഈസ് എ അല്ലെങ്കിൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ഈ കർത്താവ്, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, ഞാനിപ്പം നമ്മൾ ബൈബിൾ വായിച്ച് തുടങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഇൻസൈറ്റ് ഞാൻ പറയുക. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്ന ഇൻസൈറ്റ് ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കാം. ഉൽപ്പത്തി മുതൽ ദൈവം മനുഷ്യനെ ആദമിനെ രാജാവായിട്ട് സൃഷ്ടിച്ച പള്ളിയിലെ പുരോഹിതനായിട്ടും പാസ്റ്ററായിട്ടും അല്ല. ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ അബ്രഹാം വരുന്നുണ്ട്. അബ്രഹാമിനോട് യാഗം നടത്താൻ ദൈവം പറഞ്ഞിട്ടില്ല. ഇത് കേട്ടോ, ദൈവം അബ്രഹാമിനോട് യാഗം പക്ഷേ പുള്ളി പണ്ടത്തെ പൂർവികമായിട്ട് അവർ പണ്ട് വിഗ്രഹങ്ങൾ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ യാഗം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയാണ് അബ്രഹാമിൻ്റെ യാഗങ്ങൾ. അല്ല, ദൈവത്തിന് യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. ദൈവത്തിന് ഈ രക്തവും ബലിയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ ക്രൂശിലെ ബലി എന്താണെന്ന് ചോദിക്കും. അതിന് ചാൻസർ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആദ്യം ഞാൻ ഇതിനെ ബലി യേശുവിന് ആവശ്യമില്ല എന്നുള്ളത് പറയും. അബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് നിത്യത തരാമെന്നല്ല, ഞാൻ നിനക്ക് കനാന്യരുടെ ദേശം തരാമെന്ന്. അവിടെ നിത്യതയില്ല. ഹാബേലിന് നിത്യത പറഞ്ഞു, ഹാനോക്കിനോട് നിത്യത പറഞ്ഞു. നോഹയ്ക്ക് എന്തോ കൊടുത്ത വാഗ്ദത്തം? നോഹയ്ക്ക് നിത്യതയുടെ വാഗ്ദത്തം കൊടുത്തു. നോഹയ്ക്ക് കൊടുത്തത് ഒരു പെട്ടകം പണിയണം, നീ നിന്റെ കുടുംബത്തെ രക്ഷിച്ചോണം, എന്നിട്ട് നീ ഒരു പുതിയ ലോകത്തെ ആരംഭിക്കണം, പാപമില്ലാത്ത, അഴുക്കില്ലാത്ത, മ്ലേച്ഛതയില്ലാത്ത ഒരു രാജ്യത്തെ. നിങ്ങളവിടെ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം ആരോടാണ് ഇടപെടുന്നത്? ഒന്നുകിൽ അവനൊരു ബിൽഡറായിരിക്കും, അല്ലെങ്കിൽ അവനൊരു ലാൻഡ് ലോഡായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചീഫ്. കുറച്ചങ്ങോട്ട് പോയപ്പം യാക്കോബ് ആരാണ്? ബിസിനസ്മാനാണ്. യാക്കോബ് പാസ്റ്ററൊന്നും അല്ല, ബിസിനസ്മാൻ, ആട് മേയ്ക്കുക. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പം ജോസഫ് ഒരു നാടിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. അത് കഴിഞ്ഞ് മോസസ് ആരാണ്? മോസസ് ഒരു രാജകുമാരനാണ്. തീർന്നില്ല, അദ്ദേഹം ഫറവോൻ്റെ നാട്ടിലെ ആർമിയുടെ ചീഫായിരുന്നു. ദൈവം അവനെ തിരഞ്ഞെടുക്കുക. എന്തിനാ? പാട്ടുപാടാനല്ല, ഒരു നാടിനെ മൊത്തം വിടുവിക്കാൻ, ഒരു റവല്യൂഷന് വേണ്ടി പുറത്തെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത ആളുകളെ നോക്കി. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ പള്ളിയായി. തമ്പുരാൻ്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? നിങ്ങളെല്ലാവരും കൂടാരം അടിക്കണം, അതിൻ്റെ നടുക്ക് എനിക്കൊരു കൂടാരം അടിക്കണം. അപ്പം നമ്മളെല്ലാവരുടെ കൂടാരത്തിൽ പറക്കാൻ പോകും. എന്ത് രസകരമെന്ന് നോക്കി. 40 വർഷം നിങ്ങളുടെ കൂടാരം ചുറ്റും വേണം, നിങ്ങൾ എൻ്റെ ചുറ്റും ഇങ്ങനെ താമസിക്കണം. അപ്പം ഞാൻ നിങ്ങളുടെ നടുക്ക് താമസിക്കും. തമ്പുരാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മതി, നിങ്ങളുടെ കൂടെ താമസിക്കും. അതിന് ദൈവം ഒരു കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൂടാരത്തിൻ്റെ ബേസിൽ ആ വെളിപ്പാടോടെ ഒരു ആലയം പണിയാനായി ദാവീദിന് കൊടുത്തു. ആ ബ്ലൂ പ്രിൻ്റ് എടുത്ത് അങ്ങനെ ശാലോമോൻ്റെ കൈ കൊടുത്തു. ശാലോമോൻ ആലയം പണിതു. ഇവിടെ എല്ലാം ദൈവം ആരുടെ ഡീൽ ചെയ്യുന്ന നോക്കി. അപ്പം ആലയം വന്നപ്പോൾ അതിനകത്ത് പുരോഹിതന്മാരുണ്ട്. ഇത് ശ്രദ്ധിക്കണേ, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, സകല പുള്ളികളുമുണ്ട്. തമ്പുരാൻ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ബൈബിൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേ, ആ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ന്യായപ്രമാണ പുസ്തകം, അത് കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ജോഷുവയാണ്. ജോഷുവ ആരാ? ആർമിയുടെ ചീഫ് കമാൻഡറാണ് ജോഷുവ. അത് കഴിഞ്ഞാൽ കാണുന്നത്
സെമിനാരിലെ കീടങ്ങളെന്നല്ല, ന്യായാധിപന്മാരെന്ന്. ജഡ്ജസ്. നിങ്ങൾ ബൈബിൾ നോക്കി, ജഡ്ജസ്. അത് കഴിയുമ്പോൾ കാണുന്നത് റൂത്ത്, ഒരു മോവാബിയ സ്ത്രീ. അത് ആരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു? ആ നാശത്തെ ഏറ്റവും വലിയ ലാൻഡ് ലോർഡ് ബോവസുമായിട്ട്. രൂത്ത് കഴിഞ്ഞിട്ട് ഷാമുവേൽ വചനം പറഞ്ഞ പ്രവാചകൻ കൂടെയാണ്. അതേസമയം ന്യായപാലനം ചെയ്യുന്നവനാണ്. ന്യായപാലനം. അത് കഴിയുമ്പോൾ ശൗൽ രാജാവ്, ദാവീദ് രാജാവ്, പിന്നെ ശമൂവേലിന്റെ പുസ്തകം, അങ്ങോട്ട് മൊത്തം രാജാക്കന്മാർ. പിന്നെ അത് കഴിയുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം തന്നെയായി. അത് കഴിഞ്ഞിട്ട് തീർന്നില്ല, രാജാക്കന്മാർ എഴുതുന്ന ദിനവൃത്താന്ത പുസ്തകമായി. അത് കഴിഞ്ഞിട്ട് ആലയം പണിയാൻ വരുന്ന യസ്ര ശാസ്ത്രി. അതിനകത്തൊന്നും ബിഷപ്പില്ല, അതിനകത്തൊന്നും പാസ്റ്ററില്ല, അതിനകത്തൊന്നും മതപണ്ഡിതന്മാരില്ല. They were so much spiritual, but they were secularly ഭയങ്കര പവർഫുൾ ആണ്. എസ്ര. അത് കഴിഞ്ഞ് നെഹമ്യ ആരാ? സെൻട്രൽ പാസ്റ്ററാ. ശൂഷൻ രാജധാനിയിൽ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ബിൽഡർ, മതില് പണിക്കാരൻ. നെഹമ്യ, എസ്ര, നെഹമ്യ. എസ്തർ ആരാ? പാസ്റ്ററിന്റെ ഭാര്യയോ? അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ. നിങ്ങൾ ബൈബിൾ നോക്ക്, നിങ്ങൾ ബൈബിൾ പഠി. മതവുമായി ദൈവം എപ്പോഴും ഇതിനെ അകറ്റാൻ ശ്രമിക്കുക. നമ്മളിത് പള്ളിക്കകത്ത് കൊണ്ട് പൂട്ടി വെക്കുക. കർത്താവ് പള്ളിയിൽ നിന്ന് എടുത്ത് ഇത് സെക്കുലർ വേൾഡിലോട്ട് എടുത്ത് ഇടുക. എസ്ര, നെഹമ്യ, എസ്തർ. അതോ നമ്മുടെ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, മാറാനാഥയിലെ പാസ്റ്ററാണോ? ബർഹ്മാൻസ് ആണോ? ആരാ എഴുതിയ സങ്കീർത്തനം? ഒന്നുകിൽ അത് ശാലോമോനായിരിക്കും, അല്ലെങ്കിൽ അത് ദാവീദായിരിക്കും, അല്ലെങ്കിൽ അത് മോശയായിരിക്കും, അല്ലെങ്കിൽ അത് കോരകപുത്രന്മാരായിരിക്കും. ഇവരെല്ലാം സെക്കുലർ പീപ്പിളാണ്. സദർശിവാക്യം ശാലോമൻ രാജാവ് എഴുതിയതാണ്. നിങ്ങൾ ബൈബിൾ പോയി വായിര്. അങ്ങോട്ട് ചിത്രങ്ങൾ മൊത്തം രാജാക്കന്മാരോടാ സംസാരിക്കുന്നത്. ഡീലിംഗ് വിത്ത് ദ കിങ്സ്, ടോക്കിംഗ് ടു ദ പാലസ്. എന്താ കർത്താവ് നിന്റെ വചനം ആഗ്രഹിക്കുന്നത്? മറുപടി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇവിടുത്തെ മതങ്ങളോട് പറയാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് രാജ്യത്തോടാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് രാജാക്കന്മാരോടാണ്. എനിക്ക് ഇവിടുത്തെ മതഭക്തന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് യേശു തെളിയിച്ചതെന്നറിയാമോ? ന്യായവിസ്താരവെളിയിൽ. ആ ഒരു രാത്രിയിൽ 6 മണിക്കൂർ കൊണ്ട് 6 സ്ഥലത്ത് മാറി മാറി യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ഒരു മറുപടി പറഞ്ഞിട്ടില്ല. കയ്യഫാവ് ചോദിച്ചു മറുപടിയില്ല, ഹന്നാവ് ചോദിച്ചു മറുപടിയില്ല, പല കാര്യം ചോദിച്ചു മറുപടിയില്ല, ഹെരോദാവ് ചോദിച്ചു മറുപടിയില്ല. പക്ഷെ എപ്പോഴാണോ റോമിന്റെ ഗവർണർ പീലാത്തോസ് ശബ്ദിക്കാൻ വാ തുറന്നപ്പോ മഹാരാജ്യത്തിന്റെ രാജാവായ യേശു വാ തുറന്നു. കയ്യഫാവിന്റെ മുമ്പിൽ അടച്ച വായുമായി നിന്നവൻ, വാ തുറക്കാതെ നിന്നവൻ, ഹന്നാവിന്റെ മുമ്പിൽ വാ തുറക്കാതെ നിന്നവൻ എന്തിന് പീലാത്തോസിന്റെ മുമ്പിൽ മറുപടി പറയണം? മറുപടി ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ തരക്കാരോടെ സംസാരിക്കാറുള്ളൂ, നിന്നെ പോലുള്ള മതഭക്തന്മാരോട് മറുപടിയില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ സ്വർഗരാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് രാജാവാ. ഈ നിൽക്കുന്ന പീലാത്തോസ് റോമൻ സാമ്രാജ്യത്തിന്റെ ഗവർണറാ. അപ്പം ഈ സെക്കുലർ കിങ്ഡത്തോടാണ് എനിക്ക് റിലീജിയനോട് സംസാരിക്കാനില്ലെന്നാ. നിങ്ങൾ വേണം നോക്കിക്കോ, യേശു കർത്താവ് ഇനിയും ഒരിക്കലും ചുമ്മാ ഒന്നുകൂടെ നിങ്ങൾ ഇറങ്ങിയോട്ട് വന്നാൽ ഒരു പള്ളിയിലും അവൻ വരില്ല, ഒരു രൂപതയിലും അച്ഛനെ കാണാൻ വരില്ല, ഒരു സെൻട്രൽ പാസ്റ്ററെ കാണാൻ വരില്ല. യേശുനാഥൻ കേരളത്തിൽ വന്നാൽ ആദ്യം പോകുന്നത് ഇവിടുത്തെ ക്ലിഫ് ഹൗസിലേക്കായിരിക്കും, നിയമസഭയിലേക്കായിരിക്കും. ഹി വാണ്ട് ടു ടോക്ക് ടു ദ പീപ്പിൾ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ ഈ ഞാൻ മതത്തിന്റെ ആളല്ല. ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ. ഞാനതുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞു, ഡോണ്ട് കോൾ മീ ക്രിസ്ത്യൻ. ഐ എം എ കിങ്ഡം സിറ്റിസൺ. ഐ എം എ സൺ ഓഫ് ദ ഓൾമൈറ്റി ഗോഡ്. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു മതജീവിയാണ്. എവ്രി ക്രിസ്ത്യൻസ് ആർ മതത്തിന്റെ, ദേ ആർ റിലീജിയസ് ക്രീച്ചേഴ്സ്. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുക, മുഴുവൻ പോകുന്നത് എന്താന്ന് നോക്കിയേ. എല്ലാം കിങ്ഡം, രാജാവ് സംസാരിച്ചു. രാജാവിന്റെ കാലത്തിൽ യെശയ്യാവ് വായിച്ചോ, യെരമ്യാവ് വായിച്ചോ, എസ്കേൽ വായിച്ചോ, ഓശിയ, ദാനിയേൽ, മൊത്തം ആരെക്കുറിച്ചാ? ശോശാമ്മയുടെ പള്ളിയെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാടെന്നാണോ? നിനവയെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്.
തോമാച്ചാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാടെന്നാണോ, അതോ മേശക്കിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്? നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. അവിടെ പോയിട്ട് അന്നമ്മയുടെ വയറിനൊരു വേദന മാറുന്നതായിട്ട് ആത്മാവ് കാണുന്നു, അതൊന്നുമല്ല. അന്നമ്മയോടും ചിന്നമ്മയോടൊന്നും ദൈവത്തിന് ദൂതൊന്നുമില്ല. പഴയ നിയമകാലത്ത് ദൈവം തന്റെ പ്രവാചകന്റെ വാ തുറന്നാൽ രാജ്യങ്ങളോട് സംസാരിക്കുന്നു, രാജാക്കന്മാരോട് സംസാരിക്കുന്നു. അല്ലാതെ പള്ളി വരുന്ന നമ്മുടെ സഹോദരിയുടെ മൂത്ത മകൻ ഒരു വീസ കാണുന്നു, ഇതൊന്നും ദൈവപ്രവാചകന്റെ വായി വന്നില്ല. എൻ്റെ സഹോദരന്മാരെ, മതം എന്ന് പറയുന്ന ആ വൃത്തികെട്ട സംവിധാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങണം. നിങ്ങളുടെ മനസ്സ് മാറ്റണം. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ചേഞ്ച് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് മാറ്റണം, എങ്കിലേ ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മത സംവിധാനങ്ങളിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ മൊത്തം നോക്കി. അപ്പം അവിടെ ദൈവം ഒരിടത്തും എല്ലാ രാജാക്കന്മാരുടെ സംസാരം. നിങ്ങൾ പഴയ എന്തായാലും എൻ്റെ കൂടെ 40 ദിവസം യാത്ര ചെയ്യുന്ന സഹോദരന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ ഈ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ നോട്ട് ചെയ്തേക്ക്. അവിടെ ആരോടാ, ഏത് റിലീജിയസ് പേഴ്സണോടാ സംസാരിക്കുന്ന നോക്കി. അവിടെ എങ്ങും കർത്താവ് അവരോട് സംസാരിച്ചിട്ടില്ല. കർത്താവ് എപ്പോഴും രാജാക്കന്മാരോടാ, പ്രവാചകന്മാർ എപ്പോഴും രാജ്യങ്ങളോടാ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു, ഈ ദൈവരാജ്യത്തിൻ്റെ ശത്രു ആരെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകും. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, തുറന്ന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 23:13. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളോരേ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവനെയും വിധവയുടെ വീട് വിഴുങ്ങുന്നവനെയൊക്കെ ദൈവം തമ്പുരാൻ പറയാണ്, ശപിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ശപിക്കുന്നു. ആയിര് ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുത്ത ശിക്ഷ വരും. അതിൻ്റെ അർത്ഥം പറയാം, ഈ ദീർഘമായി പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പം ആളുകളെ ചോദിക്കും, നിങ്ങൾ ഈ 40 ദിവസം പ്രാർത്ഥിക്കുന്നില്ലെന്ന്. ശരിയാ, പക്ഷെ ഇവിടെ നോക്കിക്ക്, ഇത് ദൈവരാജ്യത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞിട്ട് ദൈവരാജ്യത്തിൽ ആരെയും പ്രവേശിക്കാൻ സമ്മതിക്കും. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിന് ആരെങ്കിലും മറുപടി സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ? ദൈവരാജ്യം പ്രസംഗിക്കുന്ന എത്ര ശുശ്രൂഷകന്മാരുണ്ട്, എത്ര സുവിശേഷകന്മാരുണ്ട്, എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര പാതിരിമാരുണ്ട്, എത്ര ബിഷപ്പുമാരുണ്ട്, എത്ര ചർച്ചിൻ്റെ ഉന്നത ലീഡേഴ്സ് ഉണ്ട്, എത്ര മെത്രാപ്പോലിത്തമാരുണ്ട്, എത്ര വലിയ വലിയ ചീഫ് പ്രീസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുക, കർത്താവിൻ്റെ രാജ്യം പ്രസംഗിക്കുന്ന എത്ര ക്രിസ്ത്യൻ ലീഡേഴ്സ് ഉണ്ട് ഇവിടെ? അവർ പ്രസംഗിക്കുന്നുമില്ല. അവരുടെ മുമ്പിലിരിക്കുന്ന ജനം ദൈവരാജ്യത്തിൽ കടക്കുന്നുമില്ല. ഇവരൊട്ട് കടക്കുന്നുമില്ല. ആരാണ് ഇവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കൾ? ശാസ്ത്രിമാരും പരീശന്മാരും. ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കൂളിലെ അധ്യാപകർ, ബൈബിൾ ടീച്ചേഴ്സ്. പരീശന്മാർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർ. കുറ്റം പറയല്ല കേട്ടോ. പാസ്റ്റർമാർ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കൾ. എന്തുകൊണ്ടാ? they are not preaching the kingdom of God. they are not allowing anybody to enter into the kingdom of God. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല. കുറ്റം പറയല്ല, കാരണം മതത്തിൽ അങ്ങനൊരു മെസ്സേജ് ഇല്ല. ഇത് പറയാതെ എങ്ങനെ ആളുകൾക്ക് കടക്കാൻ പറ്റും? നോക്കി, ദൈവരാജ്യത്തിന്റെ ശത്രു ചുങ്കക്കാരല്ല, ദൈവരാജ്യത്തിന്റെ ശത്രു വ്യഭിചാരിയല്ല, ദൈവരാജ്യത്തിന്റെ ശത്രു പാപിയല്ല, ദൈവരാജ്യത്തിന്റെ ശത്രു കൊലപാതകനും ദുർനടപ്പുകാരനും അല്ല. ദൈവരാജ്യത്തിന്റെ ശത്രു ഇവിടുത്തെ ശാസ്ത്രിമാരാണ്. ബൈബിൾ പറയുക. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിന്റെ ശത്രുക്കളായിട്ട് മതം നിൽക്കുക. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുന്ന മതസംവിധാനമായ ക്രിസ്തീയ മതസംവിധാനമാണ്. അതുകൊണ്ട് എന്താ ഇപ്പൊ അടി നടക്കുക? എല്ലായിടും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുക. നിക്കിയ വിശ്വാസ പ്രമാണം ശരിയാണോ എന്ന് തർക്കിക്കാൻ 21-ാം നൂറ്റാണ്ടിൽ ഇരിക്കുക രണ്ട് പേട്ട പിള്ളേര്. നിക്കിയ വിശ്വാസ പ്രമാണം
ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ആദിമ സഭാപിതാക്കന്മാർ രക്തവും വിയർപ്പും ഒക്കെ ജീവനും കർത്താവിന് വേണ്ടി കൊടുത്ത ശ്രേഷ്ഠന്മാർ ഒരുമിച്ച് കൂടി സ്ഥാപിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ അടിത്തറ, അത് ശരിയാണോ? അത് സത്യമാണോ? ഈയിടെ നിനക്കൊക്കെ ഇത് വായിച്ച് സ്വോത്രം പറഞ്ഞ് പോകേണ്ടതിന് പകരം അത് അനലൈസ് ചെയ്യാൻ വേണ്ടി നടക്കുക. എവിടെ പ്രശ്നം? ഇത് മതാണ്. ഇവർക്ക് ഇപ്പം ചോദിക്കുക, കഴിഞ്ഞ ദിവസം ഒരാൾ വെല്ലുവിളിക്കുക, ഓർത്തഡോക്സ് സഭയ്ക്ക് അപ്പോസ്തോലിക പാരമ്പര്യമുണ്ടെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് ഇപ്പുറത്തെ ആൾ പറയുന്നു പെന്തിക്കോസ്തിന് അതുണ്ടെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കും. എൻ്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഇപ്പം കണ്ടൊരു കാര്യം പറയാം. ഇത് സത്യത്തിൽ ഫലസ്തീൻ അപ്പുറത്തെ മലയിലും ഇസ്രായേൽ ഇപ്പുറത്തെ മലയിൽ നിന്ന് വെല്ലുവിളിക്കുക. എത്ര ദിവസമായിട്ട് വെല്ലുവിളി തുടങ്ങി? 40 ദിവസമായിട്ട് വെല്ലുവിളി തുടങ്ങുക. നീ ശരിയാണോ, ഞാൻ ശരിയാണോ, നീ ശരിയാണോ, ഞാൻ ശരിയാണോ? വെല്ലുവിളി അല്ലാതെ ഏതെങ്കിലും ഒരു കൊച്ചു ചേർക്കാൻ ഒരു കല്ല് എടുത്തുകൊണ്ടൊന്ന് ഇറങ്ങ്. ഇനി ഏതെങ്കിലും ഒരു ഡേവിഡ് ഒരു കൊച്ചു കല്ല് കവണക്കകത്ത് ഇറക്കൊണ്ട് ഈ വെല്ലുവിളിക്ക് കാര്യമില്ല. ഇനി അവൻ ശരിയാണോ ഇവൻ ശരിയാണോ നമുക്ക് സംസാരിക്കാൻ കാര്യമില്ല. ഇവിടെ തെളിയിക്കേണ്ടത് വെല്ലുവിളിച്ചല്ല. ഇവിടെ തെളിയിക്കേണ്ടത് കവണക്കകത്തൊരു കല്ലും വെച്ചുകൊണ്ട് കറക്കിയെടുത്ത് അവൻ്റെ നെറ്റിത്തടത്തിൽ എറിഞ്ഞു കൊടുക്ക്, തെളിയിക്ക്. അല്ലാതെ നമ്മൾ എത്ര നാൾ കത്തോലിക്കർ ശരിയല്ല, കത്തോലിക്കർ ശരിയല്ലെന്ന് പറയുന്നത് നീ ശരിയാണോ? എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ചെറിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നേ? നമ്മൾ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീ വാടാ, നാം വാടാ, നീ വാടാ, ഞാൻ വാടാ എന്ന് വിളി? നിങ്ങളെല്ലാം കൂടെ ചേർന്ന് അനേക ആയിരങ്ങളുടെ രാജ്യം മുടക്കുകയാണ്. നിങ്ങളൊട്ടും പോകത്തുമില്ല, നിങ്ങളൊട്ടും പോകത്തില്ല. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കത്തേ ഇല്ല. നിങ്ങൾ ദൈവരാജ്യത്തിലെ അല്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തുമില്ല. നിങ്ങൾ പാവങ്ങളെ കടത്താൻ വിടത്തുമില്ല. നിങ്ങൾ വിധവന്മാരുടെ വീടുകളെ വിഴുങ്ങി ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കഠിന ശിക്ഷ, പ്രാർത്ഥിക്കുന്നവന്മാർക്ക് കഠിന ശിക്ഷ വരുമെന്ന് എഴുതി വെച്ചേക്ക്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സന്ദേശം, കോർ സന്ദേശത്തെ മറന്നു കളഞ്ഞ് അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാതെ ഇത് ആചാരമായി കൊണ്ട് നടക്കുന്ന നിന്നെയൊക്കെ ദൈവം വെച്ചേക്കത്തില്ല, ശപിക്കുകയാണ്. വാവ് അൻടു തീ എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ശാപവാക്കാണത്, കേഴ്സാണ്. God is cursing the people, those who are always ഫാസ്റ്റ് ചെയ്യുന്നവനെയും ഉപവസിക്കുന്നവനെയും പ്രാർത്ഥിക്കുന്നവനെയും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവനെയൊക്കെ ശപിക്കുക. കാരണം ദൈവരാജ്യത്തിനും പകരമായിട്ട് പ്രാർത്ഥന കൊണ്ടുവന്നേക്കുക, ദൈവരാജ്യത്തിന് പകരമായിട്ട് കൺവെൻഷൻ യോഗങ്ങൾ വന്നേക്കുക, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് പകരമായി നമ്മൾ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എൻ്റെ സഹോദരന്മാരെ, ഞാൻ കർത്താവിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങൾ പറയാം, ഈ റിലീജിയനാണ്, ഇവിടുത്തെ മതപണ്ഡിതന്മാരാണ്, ഇവിടുത്തെ ശാസ്ത്രിമാരാണ്, ഇവിടുത്തെ ബൈബിൾ ടീച്ചേഴ്സാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പൗലോസ് പറഞ്ഞില്ലേ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെ പ്രസംഗിക്കുന്നു. പൗലോസ് ആരോട് പറഞ്ഞെന്നൊന്ന് വായിച്ചു നോക്കൂ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആരോടാ പറയുന്നത്? കൊരിന്ത്യയിൽ അപ്പോസ്തലനായ പൗലോസിനെ എതിർത്തുകൊണ്ട് വന്ന യഹൂദന്മാരുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ യഹൂദന്മാരോട് താൻ കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നെന്ന്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ അടി ആർക്ക് കൊള്ളുമെന്നറിയാം? യഹൂദന്മാർക്ക് കൊള്ളും. അപ്പം പൗലോസ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ ഇന്നൊരു ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം, വി ആർ പ്രീച്ചിങ് അബൌട്ട് ദ ഗോസ്പൽ ഓഫ് ജീസസ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്നില്ല. യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം തീയതി പറഞ്ഞത് പ്രീച്ച് ദിസ് മെസ്സേജ് എന്നാ. പ്രീച്ച് ദിസ് മെസ്സേജ് ഏതാ? കിങ്ഡം ഓഫ് ഗോഡ്. യേശു എന്ത് പ്രസംഗിക്കാൻ പറഞ്ഞോ അത് നമ്മൾ പ്രസംഗിക്കുന്നില്ല. മറിച്ച് നമ്മൾ ആരെ പ്രസംഗിക്കുക? നമ്മൾ യേശുവിനെ പ്രസംഗിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനാകുന്നു വഴിയാകുന്നു, വഴി പ്രസംഗിക്കുക. സാറേ, വഴി എങ്ങോട്ടുള്ള വഴിയാ? സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. യേശുക്രിസ്തു സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കുഞ്ഞു വാക്യം കാണിച്ചു തരാമോ? ഇല്ല. അപ്പം നമ്മളെല്ലാ വാക്യങ്ങളെ എടുത്തിട്ട് ഞാൻ വാതിലാകുന്നു, വാതിൽ പ്രസംഗിക്കാൻ 7 ദിവസം. നമ്മൾ വലിയ കടയിൽ കയറി പോകും, നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വലിയൊരു വാതിലുണ്ടെന്നിരിക്കട്ടെ, ആ വാതിലിനെ നോക്കി ഇരുന്നാൽ മതിയോ? ആ വാതിലിൻ്റെ ചന്തം, അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ഉയരം, അത് ഉണ്ടാക്കിയേക്കുന്നത് എങ്ങനെ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാതിൽ നോക്കിയിരുന്നാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? യേശു എന്താ പറഞ്ഞത്? ഞാൻ വാതിലാന്ന് പറഞ്ഞാൽ ഡാ ഐ എം ദ ഡോർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡോർ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നീ പോയി അവിടെ പറയണമെന്നല്ല, ഞാനാണ് ഡോറ്.
ഐ ആം ദ ഓപ്പണിംഗ്. ഞാനാണ് വാതിൽ. എന്നെ കുറിച്ച് പ്രസംഗിക്കാനല്ല. കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുക. കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കുമ്പോൾ കയറാനുള്ള വഴി ഞാനാന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? ആ രാജ്യത്തിനകത്തോട്ട് പ്രവേശിക്കാനുള്ള വാതിൽ ഞാനാന്ന് പറയണം. ഇപ്പൊ നമ്മളെന്താ പറയുന്നത്? നമ്മൾ രാജ്യം പ്രസംഗിക്കുന്നില്ല, നമ്മൾ വാതിൽ, വഴി, ജീവൻ. നമ്മൾ യേശുവിനെ പ്രസംഗിക്കുന്നു. യേശുവിനെ പ്രസംഗിക്കാൻ യേശു പറഞ്ഞു, നിങ്ങൾ പോയി എന്നെ കുറിച്ച് പ്രസംഗിക്കുന്ന യേശു എന്തെങ്കിലും പറഞ്ഞു? അപ്പൊ പൊക്കി എടുത്തോണ്ട് വരും. അത് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച എന്താണെന്ന് നിങ്ങൾ തപ്പി നോക്ക്. കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ സമാപനവാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. റോമിലെത്തിയ പൗലോസ് 2 വർഷത്തോളം സ്വന്തമായിട്ടൊരു വാടക വീട്ടിൽ താമസിച്ച് അവന്റെ അടുക്കൽ വരുന്നവരെ അവൻ പഠിപ്പിച്ച് എന്ത്? He preached the kingdom of God and he teach about Jesus. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിച്ചിട്ട് ആ സിറ്റിസൺസിനോട് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രസംഗം മൊത്തം കിങ്ഡമാ, കർത്താവിന്റെ രാജ്യമാ. ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും, നിങ്ങൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യുമെന്ന് എനിക്കറിയാം, നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. ആവർത്തനം വിരസത തോന്നി നിങ്ങൾ ക്ഷമിക്കുക. കർത്താവിൻ്റെ രാജ്യമാണ് പ്രസംഗിക്കേണ്ടത്. ഇനിയും കോവിഡ് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കുന്നെങ്കിൽ നിങ്ങളുടെ വായിൽ ഒറ്റ മെസ്സേജേ വരാകൂ: ദൈവരാജ്യം, 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 ദൈവരാജ്യം. അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്, അതിനകത്ത് രോഗശാന്തിയുണ്ട്, അതിനകത്ത് ഭൂതങ്ങളോടും, അതിനകത്ത് പ്രോസ്പെറിറ്റി ഉണ്ട്, അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് സക്സസ്ഫുൾ ലിവിങ് ഉണ്ട്, അതിനകത്ത് സക്സസ്ഫുൾ ബിസിനസ് ഉണ്ട്. എല്ലാം ഉണ്ട് ദൈവരാജ്യത്തിൽ. Preach the kingdom of God wherever you go. Hallelujah. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ദൈവരാജ്യത്തിന്റെ വാതിലുകളെ അടയ്ക്കുകയാണ്. ഇത്ര ഞാൻ എന്തായാലും ഇൻട്രോ പോലെ പറഞ്ഞിട്ട് ഇനി ഒരു 10-20 മിനിറ്റ്, 10-15 മിനിറ്റ് ഒരു കീ മാത്രം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകും. ഒരേ ഒരു കീ. 40 കീ എങ്കിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പോവാം. 40 കീ ഒക്കെ പ്രസംഗിച്ചാൽ അതൊരു വണ്ടർ ആയിരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടീച്ചിങ്ങുകൾ ഒന്നായിരിക്കും ഈ 40 ദിവസം ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ. ഒന്നാമത് നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞത് രാജാവാണ്. ബൈബിൾ അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പോയതാ, ബൈബിള് ഒരു മതപുസ്തകമല്ല. ബൈബിൾ ഒരു രാജാവിനെ കുറിച്ചും അവൻ്റെ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തെ വളർത്താനായി ദൈവം തിരഞ്ഞെടുത്ത കുടുംബത്തെക്കുറിച്ചും ആ കുടുംബത്തിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ആണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. സോ ബൈബിളിൽ ഒരു രാജാവുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു കുടുംബമുണ്ട്. ഈ 3 കാര്യം, അതായത് കിങ്ഡം ആൻഡ് റോയൽ ഫാമിലി, ഈ 3 കാര്യമാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. സൃഷ്ടിക്കുന്ന രാജാവ്, പരിപാലിക്കുന്ന രാജാവ്, സൃഷ്ടിച്ചാക്കുന്ന മാനേജ്മെന്റിന് വേണ്ടി ദൈവം സൃഷ്ടിക്കുന്ന ആദമ, ദൈവരാജ്യം, ആ രാജ്യത്തെ പണിയാൻ സ്ഥാപിക്കുന്ന കുടുംബം. ഇതാ ബൈബിളിലെ പിക്ചർ. പുതിയ നിയമത്തിൽ വരുമ്പോഴും അത് തന്നെയാണ്. ഭൂമിയിൽ രാജാവായി പിറന്ന യേശു, അവൻ കൊണ്ടുവന്ന രാജ്യം, അവൻ തെരഞ്ഞെടുത്ത അവൻ്റെ സഭയാകുന്ന മണവാട്ടിയെ കൊണ്ട് അവൻ സ്ഥാപിച്ച അവൻ്റെ കുടുംബം. ഇതാ ബൈബിളിൻ്റെ പിക്ചർ. എന്താണ് ഈ രാജാവിൻ്റെ 3 പ്രത്യേകത? ഒരു ഏൻഷ്യൻ്റ് കിങ്ങിനെ കുറിച്ച് പഠിച്ചാൽ, ഒരു ഏൻഷ്യൻ്റ് കിങ്ങിൻ്റെ കയ്യിൽ 3 പ്രധാന അധികാരത്തിൻ്റെ അടയാളങ്ങളുണ്ട്. 3 പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട സബ്സ്റ്റൻസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും. ഒന്ന്, ഒരു രാജാവിൻ്റെ തലയിൽ ക്രൗൺ ഉണ്ടാകും. ക്രൗൺ, ഒരു രാജാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രൗൺ ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. 2, നിങ്ങൾ പുരാതന രാജാക്കന്മാരുടെ ചിത്രം നോക്കിയാൽ ആ രാജാവിൻ്റെ കയ്യിൽ ഒരു സെൻസർ ഉണ്ടാവും. സെൻസർ എന്ന് പറഞ്ഞാൽ സുഗന്ധ ധൂപം പുറപ്പെടുവിക്കുന്ന ധൂപങ്ങൾ, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തെ മൊത്തം സുഗന്ധമാക്കുന്ന, അറ്റ്മോസ്ഫിയറിനെ മുഴുവൻ ചേഞ്ച് ചെയ്യുന്ന ഒരു സെൻസർ രാജാവിൻ്റെ കയ്യിലുണ്ടാകും. 3, രാജാവിൻ്റെ കയ്യിൽ ഒരു സ്കെപ്റ്റർ ഉണ്ടാകും, അതായത് ചെങ്കോൽ ഉണ്ടാകും. അപ്പം കിരീടവും സെൻസറും ചെങ്കോലും, ഈ 3 കാര്യമാണ് ഒരു രാജാവിൻ്റെ കയ്യിലുള്ളത്. ഞാൻ പറഞ്ഞാൽ ഇത് ആദ്യത്തെ 3 കീസാണ്. കിങ്ഡം ഓഫ് ഗോഡിനകത്തെ ആദ്യത്തെ 3 താക്കോലുകളിൽ
താക്കോലുകളാണ്. അതിൽ ഒരു താക്കോൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകും. അത് സ്ക്രിപ്ചർ, അതായത് രാജദണ്ഡം. നമ്മൾ ബൈബിൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പം ഓൾറെഡി 2-ാം ദിവസം 49 കഴിഞ്ഞു. എൻ്റെ കൂടെ വരുന്നവരെ 49 കഴിഞ്ഞോ? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിക്കുന്നത്: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും, ചെങ്കോൽ കിരീടമല്ല, ചെങ്കോൽ യഹൂദയിൽ നിന്നും, രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകില്ല. രാജദണ്ഡ, സ്ക്രിപ്ചർ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നമുക്ക് മറ്റൊരു വാക്യം കാണാൻ പറ്റും. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം: ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ. രാജത്വത്തിന്റെ ചെങ്കോൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് കീ ടു അൺലോക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമുക്ക് ഈ ഒരു കീ എടുത്തിട്ട് ഒരാഴ്ച മൊത്തം പ്രസംഗിക്കാം. അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഒരു കീ. ഈ സ്ക്രിപ്ചർ എന്ന ഒറ്റ കീ കൊണ്ട് ഐ ക്യാൻ പ്രീച്ച് ദ ഹോൾ മന്ത്. വെറുതെ പറയല്ല, ഒരു മാസം മൊത്തം പ്രസംഗിക്കും. 110-ാമത്തെ സങ്കീർത്തനത്തിൽ വേറൊരു വാക്യമുണ്ട്. അതിൻ്റെ 2-ാം വാക്യം: നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്നിട്ടും നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നമ്മൾ എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാമെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളിന് നേരെ നീട്ടാഞ്ഞാൽ ആളെ കൊല്ലണമെന്ന് നിയമമുള്ള പ്രകാരം. അപ്പം രാജാവിൻ്റെ അടുക്കൽ ആൾ ചെല്ലുമ്പോൾ ആൾ മരിക്കാതിരിക്കണമെങ്കിൽ രാജാവ് ചെങ്കോൽ നീട്ടണം. ആ ചെങ്കോലിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഒരു രാജാവിൻ്റെ കയ്യിൽ സെൻസർ ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം ശരി. നമ്പർ 1, ക്രൗൺ. ഞാൻ നാളെ അത് ബാക്കി പറഞ്ഞോളാം. ക്രൗൺ. ക്രൗൺ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പവർ. പവർ. സെൻസർ ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫ്ലുവൻസ്. സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധൂപമാണ് ആ കൊട്ടാരത്തെയും അവിടെ വരുന്നവരെ മുഴുവൻ സുഗന്ധമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മത രാജാവിൻ്റെ ഗ്ലോറിയാണത്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം മഹത്വം ഇറങ്ങുമ്പോൾ പുക കാണുന്നുണ്ട്. പുക. ആലയത്തെ പുക നിറച്ചു, മഹത്വം കൊണ്ട് നിറഞ്ഞു. അപ്പം ദാറ്റ് ഇസ് ദ ഗ്ലോറി ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദ കിങ്. ദ സ്കെപ്റ്റർ ഈസ് ദ representation of his authority. So power, glory and authority. ഈ 3 കീസാണ് വെരി ഇമ്പോർട്ടൻറ്റ് കീസ്. ഇത് നമുക്കെല്ലാം പറയാൻ പറ്റില്ല. അത് ആദ്യമായിട്ട് നിങ്ങളുടെ ഇന്ന് ജാമ്യം എടുക്കുക. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ 3-ൽ ഏറ്റവും പവർഫുൾ ഏതാണ്? ഈ 3-ൽ ഏറ്റവും പവർഫുൾ കീ, മെയിൻ കീ പവർ അല്ല. ഇന്ന് ഞാൻ ഈ പറയുമ്പോൾ ചിലർക്കത് പുതിയൊരു ചിന്തയായിട്ടിരിക്കും. ശക്തിയല്ല, മറിച്ച് അതോറിറ്റി. അപ്പം ഒരു രാജാവിൻ്റെ സ്റ്റാറ്റസിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ചെങ്കോല. അവകാശമുള്ളവൻ വരുവോളം കിരീടം യഹൂദയുടെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോകുന്നല്ല. കിരീടത്തിനല്ല ഇവിടെ പ്രാധാന്യം. ഒരു രാജത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെങ്കോലാണ്. യഹോവ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ചെങ്കോൽ നീട്ടുകയാണ്. അഹശ്വേരോശ് രാജാവ് എസ്തർ രാജ്ഞിക്ക് വേണ്ടി ചെങ്കോൽ നീട്ടുകയാണ്. The scripture is the representation of authority. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ശ്രദ്ധിക്കും. മോസസിനെ ദൈവം മിസ്രയീമിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതെന്നറിയും. അദ്ദേഹത്തെ ഹൊരേബിൽ വെച്ച് ദൈവം കണ്ട് അവനോട് സംവാദിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, നിൻ്റെ കയ്യിൽ എന്താണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലൊരു വടിയാണെന്ന് പറഞ്ഞു. താഴെയിടാൻ പറഞ്ഞു. പാമ്പായി. പിടിക്കാൻ പറഞ്ഞു. കാലേ കയറി പിടിച്ചു. പാമ്പ് വീണ്ടും തിരിച്ചു പാമ്പായി. ഇദ്ദേഹത്തിൻ്റെ വടിയെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം ഒരു രാജകുമാരനാണ്.
വടി എന്ന് പറയുന്ന വിഷയം തന്നെ വലിയൊരു വിഷയമാണ്. യാക്കോബിൻ്റെ വടി, അതിനെക്കുറിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ദ സ്റ്റാഫ് ഓഫ് ജേക്കബ് എന്ന് പറയുന്നൊരു വീഡിയോ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ കിട്ടും, യാക്കോബിൻ്റെ വടി. അത് പിന്നെ ആളുകളിവിടെ മലയാളി ഒത്തിരി പേര് കോപ്പി അടിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പം ഇയാൾ കയ്യിരിക്കുന്ന രാജവണ്ട, ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ഈ വടി ഇദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഈ വടിയെ ഇപ്പം ദൈവം തൻ്റെ വടിയാക്കി മാറ്റി. സത്യത്തിൽ ദൈവം ഇയാളെ ഒരു രാജാവിനെ പോലെ ഇപ്പം അങ്ങോട്ട് അയക്കാൻ പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന വടി വെറും ഒരു വടിയല്ല, ഒരു ആട്ടിടയൻ്റെ വടിയല്ല. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഇപ്പോൾ ഒരു രാജ്യത്തെ, അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തെ വിടുവിക്കാനുള്ള ചെങ്കോലാണ്. ഞാൻ പറഞ്ഞ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദ ഫസ്റ്റ് കീ ഈസ് അതോറിറ്റി, ദാറ്റ് ഈസ് എ സ്കെപ്റ്റർ. നിങ്ങൾക്കറിയാമോ, 40 ലക്ഷം വരുന്ന ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ദൈവം ഈ ആടാണ് ഈ സ്കെപ്റ്റർ, ഈ വടി. ഈ വടി കൊണ്ടാണ് ഇസ്രായേലിനെ സ്വതന്ത്രമാക്കിയത്. ചെങ്കടലിനെ വറ്റിച്ചു, നൈൽ നദിയെ രക്തമാക്കി, 10 ബാധകൾക്ക് കാരണമായി. ഈ വടി കൊണ്ടാണ് ഫറവോന്റെ സാമ്രാജ്യത്തിന്റെ നടുവൊടിച്ചത്. അപ്പൊ ഇത് ഈ വടിയുമായിട്ട് നേരെ ഫറവോന്റെ നാട്ടിൽ ചെന്ന് ഫറവോന്റെ മുമ്പിൽ നിന്നിട്ട് തന്റെ വടി അങ്ങോട്ട് മുമ്പോട്ട് ഇട്ട് കൊടുത്തു. പാമ്പായി മാറി. ഫറവോൻ എനിക്കൊന്നത് കണ്ട് ചിരിച്ചാണ്, ചിരിച്ചു. കാരണം ഫറവോന്റെ അടുക്കെ ഈ മാന്ത്രിക വിദ്യ ചെയ്യാൻ പറ്റുന്ന കുറേ പുള്ളികളുണ്ട്. അവന്മാരെല്ലാം കൂടെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു. എല്ലാവരും കൂടെ വടി, ഇതുപോലെ വടിയുമായിട്ട് കുറേ അമ്മമാർ വടിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. എല്ലാവരെയും വിളിച്ചു. ഇതാണ് പ്രശ്നം, ഇത് ശ്രദ്ധിക്കണം. നമ്മൾ രോഗശാന്തിയുമായിട്ട് ഈ നാട്ടിലിപ്പോൾ ഇറങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ രോഗശാന്തി ചെയ്യുന്ന ആളുകൾ മറ്റു മതങ്ങളിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം ചില നാളുകൾക്ക് മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ ആയിരുന്നപ്പോൾ ഒരിക്കൊരു സാക്ഷ്യം ഇങ്ങനെ കേട്ടത്, സ്റ്റേഷൻ്റെ പുറത്തൂടെ ഒരു ടെയിലർ ലോറി എന്ന് പറഞ്ഞാൽ ഈ 10-12 വീലൊക്കെ ഉള്ള ഹെവി ലോറി കയറിപ്പോയി. വിശ്വസിക്കത്തില്ല. ആ ആള് ഒരു വണ്ടിയുടെ താഴെ നിന്ന് പുറത്ത് വന്നിട്ട് പറഞ്ഞു, പരബ്രഹ്മം എന്നെ വിടുവിച്ചു. പരബ്രഹ്മം, അദ്ദേഹം ഏതോ ഒരു ദൈവനെ സേവിക്കുന്നത്, അദ്ദേഹം പരബ്രഹ്മം എന്ന് പറഞ്ഞു. പരബ്രഹ്മം എന്നെ വിടുവിച്ചത്, യേശു വിടുവിച്ചെന്നല്ല, വേറെ ഏതോ ദേവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ പവർ എല്ലായിടത്തും ഉണ്ട്. അതിന്റെ തെളിവാണ് ഫറവോന്റെ കൊട്ടാരത്തിൽ. ഞാനിത് പറയുന്നത് ആദ്യത്തെ സീക്രട്ട് ഓർത്തോണം. ഈ റിഫൈൻമെന്റിൽ നിങ്ങളെ ചൊടിപ്പിക്കേണ്ട ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെല്ലാം ശ്രദ്ധിച്ചു. നിന്റെ പവർ പ്രയോജനമില്ലാതെ പോകും വിത്തൗട്ട് ദ ഓതന്റിക് അതോറിറ്റി. പവർ അല്ല ഇവിടുത്തെ പ്രശ്നം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നൗ ദ മോഡേൺ ചർച്ച് ഈസ് ഓൾവേസ് സീക്കിംഗ് പവർ. ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പവർ, ദ ഫയർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. പവർ എത്ര ഉണ്ടെങ്കിലും സ്കെപ്റ്റർ ഇല്ലെങ്കിൽ യു ആർ യൂസ്ലെസ്. ഒത്തിരി വിശ്വാസി പവർഫുള്ളാണ്, പക്ഷേ അതോറിറ്റേറ്റീവ് അല്ല. തെളിയിക്കുക. മോസസിന്റെ കയ്യിലെ വടി താഴിട്ടു. മോസസിന്റെ കയ്യിലെ വടി പവറിന്റെ അധികാരമല്ല, ഇറ്റ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് അതോറിറ്റി. നോട്ട് പവർ. പക്ഷെ അവിടെ നിന്ന് മന്ത്രവാദിയുടെ കയ്യിൽ എല്ലാ വടിയും പവറാണ്. ആ പവർ കൊണ്ട്, മാന്ത്രിക ശക്തി കൊണ്ട് അവർ അതിനെ പാമ്പാക്കി. പക്ഷെ അതോറിറ്റി, അധികാരത്തിൻ്റെ ദണ്ടുകൊണ്ട് ഈ ശക്തിയുടെ ദണ്ടുകളെ മൊത്തം വിഴുങ്ങി. അപ്പൊ ശക്തിയിൽ പോകുന്നവൻ അധികാരത്തിന് ആഹാരമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു പ്രീച്ചർ അദ്ദേഹത്തിന്
ശുശ്രൂഷ മുഖത്ത് നിർത്തേണ്ടത് ശക്തിയല്ല, അതോറിറ്റിയാണ്. നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? അധികാരമില്ലാത്ത ശക്തി ഉപയോഗശൂന്യമാണ്, അംഗീകരിക്കപ്പെടത്തില്ല. അത് അധികാരത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റായി മാറും. ഫറവോന്റെ കൊട്ടാരത്തിലെ ശക്തി പ്രകടനം അധികാരദണ്ണിന്റെ മുമ്പിൽ ശൂന്യമായി പോയി. ഇവിടെ മാന്ത്രിക ലോകത്തിൻ്റെയും പൈശാചിക ലോകത്തിൻ്റെയും ഇരുളിൻ്റെ ലോകത്തിൻ്റെയും ശക്തിയുടെ പ്രദർശനം, ക്രിസ്തീയ ലോകവും ശക്തി പ്രകടനത്തിന് പോയാൽ നമ്മൾ തോറ്റോടും. ക്രിസ്തീയ സമൂഹം അധികാരത്തിൻ്റെ ദണ്ഡുമായിട്ടാണ് പോകേണ്ടത്. അധികാരത്തിൻ്റെ ദണ്ഡ് ദൈവരാജ്യത്തിൻ്റെ മെസ്സേജാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം അധികാരം, അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഈ യേശുവിൻ്റെ അടുക്കൽ വന്ന ആളുകൾ യേശു പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത് ചെയ്തു ഇത് ചെയ്തൊക്കെ പറയുന്നുണ്ട്. യേശു ഞാൻ നിങ്ങളെ അറിയുന്നില്ല, വാട്ട് ഇസ് മീനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ശക്തി ഉപയോഗിച്ച് പ്രവചിച്ചു, ശക്തി ഉപയോഗിച്ച് വീഡിപ്രവൃത്തി ചെയ്തു, ശക്തി ഉപയോഗിച്ച് രോഗിയെ സൗഖ്യമാക്കി, ശക്തി ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്തു. യേശു പറഞ്ഞു ഐ ഡു നോട്ട് നോ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓതന്റിക് എന്ന. യു ആർ നോട്ട് ഓതന്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തിയിട്ടില്ല. അധികാരപ്പെടുത്താത്തവന് രോഗശാന്തി നടത്താം. തിങ്ക് ഓഫ് ഇറ്റ്. പ്രാർത്ഥനയുടെ ദിവസങ്ങളും ബൈബിൾ ധ്യാനത്തിൻ്റെ ദിവസങ്ങളും സ്വയമായ ആത്മപരിശോധനയുടെ ദിവസങ്ങളിൽ ഇരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ പറയാം, ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അധികാരമില്ലാതെ തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. പക്ഷെ ഒരു ദിവസം അൺഓതറൈസ്ഡ് ആണെന്നുള്ളൊരു സൈൻ നിങ്ങളുടെ പുറത്ത് വീഴും. നിന്നെ ആര് നിയോഗിച്ചു? നീ ആരുടെ മുമ്പിലാണ് അക്കൗണ്ടബിൾ? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോ അതോറിറ്റിയാണ് ആദ്യത്തെ സ്ക്രിപ്റ്റർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കീ. ഒരു രാജ്യത്തെ തുറക്കാൻ, ഒരു രാജ്യത്തെ അടുത്തൊരു രാജ്യത്തിൻ്റെ സിസ്റ്റത്തെ അടയ്ക്കാനും അതോറിറ്റി മതി. അധികാരത്തിൻ്റെ ദണ്ഡാണ് ആദ്യത്തെ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ. ഫസ്റ്റ് കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ അതോറിറ്റി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നെന്ന്. സ്വർഗത്തിലും ഭൂമിയിലും സകല ശക്തിയും എനിക്ക് ലഭിച്ചെന്നുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പക്ഷെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരവും പരിശുദ്ധാത്മാവ് കൊടുത്ത ശക്തിയുമാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതെത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ അധികാരമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഉപയോഗിക്കരുത്. തലയിൽ കിരീടമുണ്ടെങ്കിലും കയ്യിൽ ചെങ്കോലില്ലെങ്കിൽ താങ്കൾ അധികാരം നഷ്ടപ്പെട്ട ഒരു രാജാവാണ്. താങ്കൾക്ക് പവറുണ്ട്, പക്ഷെ അതോറിറ്റി ഇല്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയും, സകല വ്യാധികളെ പൊറുപ്പിപ്പാൻ അധികാരവും ശക്തിയും നൽകി. ദ കീസ് ഓഫ് ദ ഫസ്റ്റ് കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു കുഞ്ഞു ചിന്തയാണ് തരുന്നത്. ഇത് വേദവശം മൊത്തം പടർന്നു കിടക്കുന്ന ഒരു സത്യമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക. അധികാരം. യേശു അത്ഭുതം ചെയ്തതെല്ലാം അധികാരത്തിലാണ്. നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? മനസ്സ് വരുന്നത് എൻ്റെ വില അതോറിറ്റിയുടെ ഓതന്റിക് ആണോ എന്ന്. മനസ്സുണ്ടെന്ന് പറഞ്ഞു സൗഖ്യമായി. ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ്റെ ഒന്ന് സൗഖ്യമാക്കണം. അവൻ പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരണം, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതോറിറ്റി, ദാറ്റ്സ് നോട്ട് പവർ. ഓ കം ഓൺ, പവർ അല്ല, അതോറിറ്റി. അതോറിറ്റി കൊണ്ടാണ് മിറക്കിൾ ഉണ്ടാവുന്നത്. മറിയ അന്ന് കല്യാണ വീട്ടിൽ പറഞ്ഞു, അവൻ നിങ്ങളുടെ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. കൽപ്പിക്കുന്നത് അതോറിറ്റിയാ. നമ്മൾ കൈവിട്ടുപോയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കീ ഇത് അതോറിറ്റിയാണ്. അവൻ അതോറിറ്റി കൊണ്ടാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞു, അത് പവറല്ല, അതോറിറ്റിയാ. ക്യാൻ യു തിങ്ക് ഓഫ് ഇറ്റ്? ചേറെടുത്ത് കണ്ണിലോട്ട് പൂശിയിട്ട് പോയി ശീലോഹമിൽ കളയാൻ കൽപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് അതോറിറ്റി. അധികാരമാ.
അധികാരം വെളിപ്പെടുന്നിടത്ത് അത്ഭുതം വെളിപ്പെടും. കിങ്ഡം ഓഫ് ഗോഡിന്റെ ഏറ്റവും പ്രധാന ട്രൂത്താണ്, എവിടെയാണോ അതോറിറ്റി വെളിപ്പെടുന്നത് അവിടെ കിങ്ഡത്തിന്റെ കൾച്ചറിനകത്താണ് സൗഖ്യം നടക്കുന്നത്. കിങ്ഡത്തിന്റെ കൾച്ചറിനകത്താണ് സൗഖ്യം നടക്കുന്നത്. ആമേൻ, ആമേൻ. ജീസസ് പറഞ്ഞു, I am giving you the keys of the kingdom of God. That's captured. നാളെ ഞാൻ കർത്താവ് സെൻസർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. Today, fix on this word. The day 2 of our refinement. The keys of the kingdom of God is authority, the scepter. അധികാര അവകാശമുള്ളവൻ വരുവോളം ചെങ്കോലും സിംഹാസനവുമല്ല, കിരീടവും സിംഹാസനവുമല്ല, ചെങ്കോൽ. അതോറിറ്റി. പവറിനേക്കാളും നമുക്ക് ആവശ്യം അതോറിറ്റിയാണ്. പവർ അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതോറിറ്റി കിങ്ഡം ഓഫ് ഗോഡിനകത്തൊരു കീ. ഈ അധികാരം എന്ന ഒറ്റത്താക്കോലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിശയങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയല്ല ഉപയോഗിച്ചത്, അധികാരം. കാരണം ശക്തി വെളിപ്പെട്ടതെല്ലാം അവൻ അറിയാതെ ടാപ്പ് ചെയ്തപ്പോൾ, അവൻ ബോധപൂർവം ചെയ്ത സകല സ്ഥലങ്ങളിലും അതോറിറ്റിയെ വെളിപ്പെട്ടു. ഇതൊരു മിസ്സിംഗ് മെസ്സേജാണ്. കാരണം വി ആർ ഓൾവേസ് സീക്കിംഗ് പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. ബട്ട് ടുഡേ ഐ എം ആസ്കിംഗ് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇഫ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് ഗോഡ്, ആസ്ക് ജീസസ് ടു ഹാൻഡ് ഓവർ ദ അതോറിറ്റി. കർത്താവേ, എനിക്ക് പ്രസംഗിക്കാൻ അധികാരം വേണം. എൻ്റെ ബൈബിൾ ജ്ഞാനം വിളിച്ചു പറയാൻ എനിക്ക് വേദിയല്ല വേണ്ടത്. ഐ ഡോണ്ട് വാണ്ട് പ്ലാറ്റ്ഫോം, ഐ വാണ്ട് അതോറിറ്റി. യേശു സംസാരിച്ചപ്പോൾ അവനെക്കുറിച്ച് പറയും, ഇവൻ എത്ര അധികാരത്തോടെ സംസാരിക്കുന്നു. ശാസ്ത്രിമാരെ പോലെയല്ല. ശാസ്ത്രിമാർ അധികാരത്തോടല്ല സംസാരിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾ അധികാരമാണ്. മെസ്സേജ് പറയാൻ നമുക്കടുത്ത ദിവസം ഇനിയും ഈ കാലം കഴിഞ്ഞ് നാം പുൾപിറ്റിലോട്ട് കയറി നിൽക്കുമ്പോൾ നമ്മുടെ നാവിൽ ആളുകളെ സന്തോഷിപ്പിക്കുന്ന ചക്കരവാക്കുകളും അവരെ തലോടുന്ന തമാശകളുമല്ല വേണ്ടത്. അതോറിറ്റി, the first key of the kingdom of God. Hallelujah. If you have power, you can do whatever the things you want to do. You can do everything without the knowledge of Christ. We can do everything without the authenticity of Jesus Christ. Whether you are accepted or not, you can do it by power. But one day Jesus will say, I do not know you. Because you do not have any connection with the heaven. Because you are not authentic. It's very important. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞ ചിന്തയാണ്. ഓതന്റിക് പ്രീച്ചേഴ്സ് വേണം. ഓതന്റിക് പ്രീച്ചേഴ്സ്. അമ്മ തള്ളി വിട്ടവനും പാസ്റ്റർ ഇറക്കി വിട്ടവനും സെമിനാരിൽ നിന്ന് പറഞ്ഞു വിട്ടവനുമല്ല വരേണ്ടത്. സ്വർഗം നിയോഗിച്ച ശുശ്രൂഷകന്മാർ. ഇതൊരു പ്രധാന സത്യമാണ്. ഇതിപ്പോൾ ഇത്രയും പേരോട് ഞാൻ പറയുന്നെങ്കിൽ ഇത് ആയിരങ്ങളുടെ ചെവിയിലെത്തട്ടെ. ഇത് കേൾക്കുന്നവർ വിളിച്ചു കൂകണം. ഓതന്റിക് പ്രീച്ചേഴ്സിനെയാണ് വേണ്ടത്. ക്വാളിഫൈഡ് പ്രീച്ചേഴ്സ് അല്ല, ഓതന്റിക് പ്രീച്ചേഴ്സ്, ഓതന്റിക് മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. ക്രൈസ്റ്റ് ആദ്യം വെളിപ്പെടുത്തിയത് അതോറിറ്റി. ഭൂതങ്ങളുടെ മേൽ അധികാരം, ശക്തിയല്ല, അതോറിറ്റി. നിന്നിൽ ഫലം ഉണ്ടാകാതിരിക്കട്ടെന്ന കൽപ്പന, ശക്തിയല്ലത്. നമ്മൾ തെറ്റിദ്ധരിച്ചു, ശക്തി അല്ലത്, അതോറിറ്റിയാ. യേശുവിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ അത്തിമരത്തിന് ഉണങ്ങിക്കൊടുക്കേണ്ടി വരിക. അധികാരം, സ്ക്രിപ്ചർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കീ. ഞാൻ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു എന്ന് പത്രോസിനെ കൊടുക്കുമ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതോറിറ്റിയാ. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിപ്പെടും. നന്നായിട്ട് നിന്ദിച്ചു നോക്ക്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതേ അവിടെ ചെയ്തു. അല്ലാതെ അവിടെ ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചെയ്യുമെന്ന്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവിടെ സാങ്ഷൻ തരുമെന്ന്. ഇവിടെ നിങ്ങൾ ബന്ധിച്ചാൽ സ്വർഗം ബന്ധിക്കുമെന്ന്. ഇവിടെ നിങ്ങൾ അഴിച്ചാൽ സ്വർഗം അഴിക്കുമെന്ന്. അല്ല, ഇവിടെ ഇരിക്കുന്നതിനെ അവിടെ വാരി കെട്ടിക്കൊണ്ട് സ്വർഗത്തിലോട്ട് പോകാനല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് അഴിക്കുക, സ്വർഗത്തിൽ അഴിച്ചു തരാം. ഇവിടെ കെട്ട, സ്വർഗത്തിൽ കെട്ടാം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നതിൻ്റെ റെപ്ലിക്കയാണ്, അതിൻ്റെ എന്തുവാ എഫക്റ്റാണ് ഹെവനിൽ സംഭവിക്കുന്നത്.
ദാറ്റ് ഈസ് എ പവർ. സോ ഇവിടെ നീ കൽപ്പിച്ചാൽ ഹെവൻ അതിന് സാങ്ഷൻ തരും. കാരണം ദ ഫസ്റ്റ് കീ ആണിത്. നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. 40 ദിവസം നമ്മൾ 40 കീ ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. കർത്താവ് എങ്ങനെ നടത്തുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളിൽ ആഗ്രഹം അതാണ്, മൈന്യൂട്ടായിട്ടുള്ള 40 കീസ്. ഒരു വലിയ പുസ്തകം എഴുതാനുള്ള സംഭവം 40 ദിവസം കൊണ്ട് ഉണ്ടായി വരും. The keys of the kingdom of God. The keys of the kingdom of God. So we need to enter into the kingdom. We need to inherit the kingdom. We need to possess the kingdom. നാം അതിനകത്ത് സകല സമ്പത്തും അനുഭവിക്കണം. ആമേൻ. നമ്മൾ ശാസ്ത്രിമാരെ പോലെയും പരീക്ഷന്മാരെ പോലെയും ആയിരങ്ങളുടെ രാജ്യത്തെ അടയ്ക്കരുത്. ക്രൈസ്തവ പുരോഹിതന്മാരോട്, ക്രൈസ്തവ ശുശ്രൂഷകന്മാരോട്, ക്രിസ്തീയ ശുശ്രൂഷകന്മാരോട്, പ്രാസംഗികരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കാതിരുന്ന നിങ്ങളുടെ കേൾവിക്കാർ അത് കേട്ടിട്ടില്ല. നിങ്ങളുടെ കേൾവിക്കാർ ഇനി മരിച്ചിട്ട് പോകാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. നിങ്ങൾ കളിപ്പിക്കുകയാണ്. നിങ്ങൾ ആയിരങ്ങളുടെ ദൈവരാജ്യം അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ സാധുക്കളുടെ സ്വർഗവാതിൽ അടയ്ക്കരുത്. പ്ലീസ് preach the kingdom. Jesus said, you go and preach about me എന്നല്ല, you go and preach the kingdom of God. ജീസസ് പ്രസംഗിച്ചത് നമുക്ക് പ്രസംഗിക്കാം. Apostles preach about the kingdom of God. Paul preached the kingdom of God. ആദ്യ നൂറ്റാണ്ടിലെ സഭ ദൈവരാജ്യമാണ് പ്രസംഗിച്ചത്. Come on, people of God, take the first key. Ask the Lord, Lord, give me the authority, Lord. Authority വേണം. അതോറിറ്റി വേണം. പറയുന്ന വാക്കിൽ നിൽക്കണം. നീ ഓടരുത് പറഞ്ഞിട്ട്. നീ നിന്നാൽ നിന്റെ വചനം അവിടെ നിൽക്കും. ഉണ്ടാകട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടായില്ലെങ്കിൽ ഓടണമെന്നല്ല. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ് നീ സ്ട്രോങ് ആയാൽ നീ പറഞ്ഞ വാക്ക് അങ്ങനെ സംഭവിക്കും. അധികാരം. നിങ്ങൾ ഇന്ന് മുതൽ ബൈബിൾ എന്തായാലും വായിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അത്ഭുതങ്ങൾ നടന്നതെല്ലാം എന്തുകൊണ്ടാണ്? അധികാരമാണ്. നമ്മളെന്ത് ചെയ്തു? നമ്മൾ ഈ അധികാരത്തെ കൈവിട്ടിട്ട് ശക്തിയുടെ പുറകില. ശക്തി വേണം, ശക്തി. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, ശക്തി 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 ശക്തി. ഞാനും കുറേ വർഷങ്ങൾ ഇത് കേട്ടോ, സത്യമായിട്ടും പറയാം, ഞാനും കുറേ നാളുകൾ ചിന്തിച്ച ശക്തി എവിടെ ഇരിക്കുന്ന ശക്തി? ശക്തി അല്ല, ശക്തി ആണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മളിൽ ആദ്യം വെളിപ്പെടുന്നത്, കിങ്ഡത്തിൽ ആദ്യം വെളിപ്പെടുന്നത് സ്കെപ്റ്ററാണ്, അതോറിറ്റി. രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വാക്കുകളും രാജ്യത്തിന്റെ നിയമങ്ങളാണ്. സ്പീക്കിംഗ് വിത്ത് അതോറിറ്റി. ടോക്ക് അബൌട്ട്. നിങ്ങൾ പഠിക്കുക ദൈവരാജ്യത്തിൻ്റെ അധികാരം എന്താണ്, സിറ്റിസൺസിൻ്റെ അധികാരം എന്താണ്. ഇതെല്ലാം ധാരാളം വിഷയങ്ങളുണ്ട്. കിങ്ഡത്തിൻ്റെ അതോറിറ്റി എന്തൊക്കെയുണ്ട്, സിറ്റിസൺസ് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, വിശ്വാസികളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ദൈവരാജ്യത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഭൗതിക ലോകത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്. വകതിരിവോടെ പഠിക്കേണ്ടത് ആയിരക്കണക്കിന് കാര്യങ്ങളാണ്. അധികാരമുള്ളവർ. യേശു സംസാരിച്ചപ്പോൾ അധികാരത്തോടെ സംസാരിച്ചു. അല്ലാതെ യേശു ശക്തി വ്യാപരിക്കുന്നു ശക്തി വ്യാപരിക്കുന്നു എന്നല്ല പറഞ്ഞ്. നിങ്ങൾ ആ മലയുടെ മുകളിലെ പ്രസംഗം നോക്കി, നിങ്ങൾ ശ്രദ്ധിക്കുക. മലമുകളിലെ പ്രസംഗം, സെർമൺ ഓൺ ദ മൗണ്ടൻ, മാത്യു ചാപ്റ്റർ 5, 6, 7 അവസാന വാക്യത്തിലാണ് പറഞ്ഞത്. അവൻ ശാസ്ത്രിമാരെ പോലല്ല, അധികാരമുള്ളവനായിട്ടാണ് സംസാരിച്ചത്. നമ്മുടെ പ്രസംഗം കഴിയുന്നത് ശക്തി പുറപ്പെടുന്നു, ശക്തി പുറപ്പെടുന്നു, പ്രാപിച്ചു, ഇപ്പോൾ തന്നെ പ്രാപിച്ചു. ഞാനില്ല കേട്ടോ, ഞാനിതൊന്നും പറയൂല. ശക്തി പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു, പിടിച്ചു, ഇപ്പോൾ താ പിടിച്ചു, ശക്തി താണ്ട് വ്യാപരിക്കും. എന്ത് ശക്തി? അവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന ശക്തി. ശക്തി എന്ന് പറയുമ്പോൾ ഉടനെ കൈയ്യങ്ങ് അടിക്കുക. കൈയടിക്കാൻ ശക്തി വേണം. കൈയടിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണ്ട. നല്ല ഒരു ഗ്ലാസ് ബൂസ്റ്റ് കുടിച്ചാൽ മതി. വിഷമം കൊണ്ടാ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാണക്കേടാ. നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മാവാ. പുറത്തെ ലോകത്തിൽ ഇത് നാണക്കേടാ, ലജ്ജയാണ്. ലജ്ജയാണ്. യേശു ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഇതാണ് ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ചില ദരിദ്രന്മാരുടെ മേൽ രാജ്യം ഒന്നും പറഞ്ഞു. നോക്ക് നിങ്ങൾ യേശുവിൻ്റെ പ്രസംഗം എന്തു വന്നു. യേശുവിൻ്റെ പ്രസംഗം നോക്ക്. യേശു പ്രസംഗിച്ചതാണ്. യേശു പ്രസംഗിച്ചത് നമുക്കൊരു ആയുസുണ്ടെ പ്രസംഗിച്ച് തീരാൻ പറ്റില്ല. അതുപോലെ പ്രസംഗിച്ച്. അത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഭയങ്കര പവറായിരുന്നല്ല പറഞ്ഞ്. അതോറിറ്റി. സ്പീക്ക് വിത്ത് അതോറിറ്റി. സാഹചര്യങ്ങളുടെ മേലൊരു അധികാരം ദൈവം നിങ്ങൾക്ക് തരും. ദൈവരാജ്യത്തിൻ്റെ അധികാരത്തെ ഉപയോഗിക്കാൻ എൻ്റെ കേൾവിക്കാരിൽ ചിലരെ ദൈവം ഇന്ന് രാത്രി സജ്ജമാക്കുന്നെന്ന് ഞാൻ പ്രവചിക്കട്ടെ.
Hallelujah. Thank you, Lord. Let us wait upon the Lord. Lord, give us the authority. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഈ അധികാരം വേണം. നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ട ഭാഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ബൈബിൾ വായിക്കുമ്പോൾ ചെക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. എവിടെ എല്ലാ അധ്യായങ്ങളിലും രാജ്യമുണ്ടെന്ന് നോക്കണം. ഹൗ അപ്പോസ്റ്റൽസ്, ഹൗ കിങ്സ്, ഹൗ ദ പ്രൊഫറ്റ്സ് യൂസ് ദെയർ അതോറിറ്റി. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എങ്ങനെയാണ് അവർ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അത് ചെയ്തത്, അങ്ങനെയാണ്. അവിടെ ശക്തിയാണോ വെളിപ്പെട്ടത്, അധികാരം. നിങ്ങൾ ബൈബിൾ നോക്കുക. ശക്തിയല്ല, നിങ്ങൾ പിണങ്ങരുത്. ആകാശം തീ ഇറക്കിയത് ശക്തിയല്ല, അധികാരമാണ്. ചെങ്കടൽ രണ്ടായതിൻ്റെ ശക്തിയല്ലെന്നേ, അധികാരമാന്നേ. ചെങ്കോൽ നീട്ടി പാറ അടിച്ചു, ശക്തിയല്ല, അധികാരമാണ്. ഭയങ്കര അത്ഭുതം. പഴയ നിയമത്തിലെ അത്ഭുതങ്ങളുടെ എല്ലാം റീസൺ അതോറിറ്റിയാണ്. യേശു അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടുമ്പോൾ രണ്ട് കാര്യം കൊടുത്തു, ദ പവർ ആൻഡ് അതോറിറ്റി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ദ പീപ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, ദ ടങ് ടോക്കിംഗ്, ഡബിൾ ചേസിംഗ്, ബൈബിൾ റീഡിംഗ്, ഫാസ്റ്റിംഗ് പീപ്പിൾ, always focusing on power, wonder working power. എന്തിന് പവർ? അതോറിറ്റി ഇല്ലാതെ പവർ എന്തിനാ? അതോറിറ്റി ഇല്ലാത്ത പവർ മാൽ ഫങ്ഷൻ കൊണ്ടുവരും. അതോറിറ്റി ഇല്ലാതെ പവർ ഉപയോഗിച്ചാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. അതോറിറ്റി ഇല്ലാത്ത പവർ ഉപയോഗിച്ചാൽ മോശയുടെ പാമ്പിന്റെ വായി പോയി നീ വെറും ബ്രേക്ക്ഫാസ്റ്റായി മാറും. അധികാരത്തിന്റെ ചെങ്കോൽ ശക്തിയുടെ ചെങ്കോലിനെ വിഴുങ്ങിക്കളയുമെന്ന്. The first key is the key of authority. മതി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു ദിവസം കൂടെ ദൈവവചനം നിങ്ങളോട് പറയാൻ കർത്താവ് ബലപ്പെടുത്തിയതിൽ ഞാൻ ഈശ്വരനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദ ഗ്ലോറിയസ് സെക്കൻഡ് ഡേ, ദീസ് ഡേ ആക്ച്വലി ദൈവനോട് പറഞ്ഞത് ഈ കീസിനെ കുറിച്ച്. ഐ വാസ് റിയലി മെഡിറ്റേറ്റിംഗ് ഓൺ ദാറ്റ് മെസ്സേജ് ദ ഹോൾ ഡേ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് ടങ് ടോക്കിംഗ് പ്രയറും ബൈബിൾ റീഡിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ശക്തിയോടെ നമുക്ക് മുന്നേറാൻ ദൈവം കൃപയായിട്ട്. നാളെ നമുക്ക് അടുത്ത കീയുമായിട്ട് കാണാം. എനിവേ, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ യേശു ഏൽപ്പിച്ചിരിക്കും. ഇതിപ്പോൾ കിട്ടിയല്ലോ താക്കോല്, ഉപയോഗിക്കണം. അധികാരത്തോടെ ഉപയോഗിക്കണം. യേശുവിൻ്റെ കൂടെ നടക്കണം. യേശുവിൻ്റെ വായായി നിൽക്കണം. യേശു രോഗിയെ സൗഖ്യമാക്കിയെന്ന് പോയി പറയണ്ട. യേശു സൗഖ്യമാക്കി ഇന്നും ജീവിക്കുന്നു, അത് എന്നിലൂടെ നടക്കാൻ പോവുകയാണെന്ന് തെളിയിക്കുക. അധികാരത്തോടെ നിൽക്കുക, അധികാരത്തോടെ കൽപ്പിക്കുക. കർത്താവിൻ്റെ മഹിമയ്ക്കായിട്ട് അത് ഉപയോഗിക്കാം. ലെറ്റ് us walk with Jesus and have a blessed day. സർവ്വവല്ലഭനായ ദൈവം സകലരെയും ആസ്വദിക്കട്ടെ. ഇതിൽ ജോയിൻ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക വന്ദനം. മോഹൻ ചാക്കോ ബ്രദർ, തോംസൺ ബ്രദർ, ഞങ്ങളുടെ അജി ബ്രദർ, ഷാജി ബെന്നി എന്തുകൊണ്ട് എഴുതിയേക്കുന്നത്? ഇല്ലാത്തത് കൊണ്ടാണ്, കോക്കാ ബീച്ച് ആയതുകൊണ്ടാണ്. അതോറിറ്റി ഇല്ലാതെ ഈ കോക്കാ ബീച്ച് പറയുന്നത് കൊണ്ടാണ് മല കടലിൽ വീഴ്ത്താനും വിഷമേറ്റ ചത്തു. ഇതൊക്കെ മണ്ടത്തരങ്ങളാണ്. ഈ പവർ കാണിക്കുക. അതോറിറ്റിയിലാണ് മൂവ് ചെയ്യേണ്ടത്. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ശക്തിയല്ല, പവറാണ്. അതോറിറ്റി ആണെങ്കിൽ വിശ്വാസത്തിന് എന്ത് പ്രസക്തി? വിശ്വാസം സത്യത്തിൽ ബ്രദറെ, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാണാത്ത കാര്യത്തിന് നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. റിയൽ അല്ലാത്തതിനെ റിയൽ ആക്കുന്നതാണ് ഈ ഫെയ്ത്ത്. ആക്ച്വലി സത്യത്തിൽ ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്തോട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഫെയ്ത്തിന് ഒത്തിരി വർക്കൗട്ട് ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി തരേണ്ടത്. അതായത് നമ്മൾ ബൈബിൾ പഠിച്ചാൽ മതി. ആക്ട്സ് ചാപ്റ്റർ 1 മുതൽ 10 വരെ പീറ്ററിൻ്റെ കാലത്ത് ഫെയ്ത്ത് ഭയങ്കരമായിട്ട് സ്പീക്കബിളായിരുന്നു, സംസാരിക്കുന്നതായിരുന്നു. പോള് രംഗത്ത് വന്ന ശേഷം ഫെയ്ത്ത് കൂടുതൽ സംസാരിക്കാറില്ല. പുള്ളി ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, കാരണം ഫെയ്ത്ത് കാണാത്ത കാര്യത്തിന് നിശ്ചയമാണ്. കിങ്ഡം ഓഫ് ഗോഡിനകത്തൊക്കെ ഒരാൾ എൻ്റർ ആയി കഴിഞ്ഞാൽ, ആ റിയാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് കാണാത്ത കാര്യമൊന്നും ഇല്ല.
ഫെയ്ത്ത് പിന്നെ തൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. അധികാരത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സബ് ഡിവിഷൻ പോലെ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്റ് പോലെയാണ് ആക്ച്വലി ഫെയ്ത്ത്. പിന്നെ ഫെയ്ത്ത് ആക്ച്വലി ആക്സസ് ആണ്. എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫെയ്ത്ത് ഇല്ല. ഒരു വാതിലിനകത്തേക്ക് പ്രവേശിക്കാൻ ഫെയ്ത്ത് വേണം, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫെയ്ത്തിൻ്റെ ആവശ്യമില്ല. രക്ഷ പ്രാപിക്കുന്ന വിശ്വാസത്താലാണ്. ആ രക്ഷ പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിലല്ല. കാരണം ഓൾറെഡി നമ്മൾ എൻ്ററായി. വിശ്വാസത്തിന് പ്രസക്തി ഇല്ലെന്നല്ല, പ്രസക്തി ഉണ്ട്. അതിന് ആ ഒരു ടൈമിനാണ് പ്രസക്തി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും അടുത്ത താക്കോലുമായിട്ട് കാണാം. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. രഞ്ജിത്ത്, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ്.